السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد الأنبياء والمرسلين وآل كل والصحابة أجمعين. أما بعد فأوصيكم وإياي بتقوى الله رب العالمين. നവൈത്തുൽ ഇഅ്തികാഫ ഫി ഹാദൽ മസ്ജിദ് ലില്ലാഹി തആല എന്ന നിയ്യത്തോടുകൂടെ അള്ളാഹുവിന്റെ പള്ളിയിലുള്ള ഈ ഒത്തുകൂടൽ അള്ളാഹു നമ്മുടെ പക്കൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നാം തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ 7 അവയവങ്ങളെ ജല്ല ജലാലുവായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹളായ ഫളില് കൊണ്ട് നമുക്ക് തന്നതാണ് നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ. ആ അവയവങ്ങളുടെ പൂർണ്ണ ഉത്തരവാദി അല്ലാഹു ആണ്. അങ്ങനെ ഒരു സംവിധാനം ചെയ്യാൻ നമ്മുടെ ശരീരത്തിലെ ഈ അവയവങ്ങൾ ഇക്കോലത്തിൽ സംവിധാനം ചെയ്യാൻ അല്ലാഹുവേ സാധിക്കും. എന്തൊരു അത്ഭുതകരമാണ് നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥ. നമ്മുടെ ശരീരത്തിലെ കൈരേഖ തന്നെ ഇന്നും ഒരു പിടുത്തം കിട്ടാതെ ശാസ്ത്രലോകം അന്തിച്ചു നിൽക്കുകയാണ്. കോടാനക്കോടി മനുഷ്യന്മാരുടെ കൈരേഖകൾ ഈ രൂപത്തിൽ വ്യത്യസ്തമായത് എങ്ങനെയാണ്? ഒരാളുടെ കൈരേഖയല്ല മറ്റാൾക്ക്. ഈ രൂപത്തിൽ ഒരാളുടെ കണ്ണിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിക്ഷേപിച്ചതായ സംവിധാനങ്ങളല്ല മറ്റാൾക്ക്. ആധുനിക കാലഘട്ടത്തിൽ അതൊക്കെ ഇപ്പൊ അടുത്ത് കണ്ടുപിടിക്കപ്പെട്ടതാണ്. അതാണ് കണ്ണും അതേപോലെ തന്നെ കൈവിരലുകളൊക്കെ പ്രത്യേകമായ രൂപത്തിൽ എടുത്തു വെച്ച് മനുഷ്യനെ തിരിച്ചറിയുവാനുള്ള ഐഡിയയായി ഇന്നെല്ലാവരും അത് ഉപയോഗിക്കുന്നു. എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് സംവിധാനിച്ചത്? അല്ലാഹുവിനല്ലാതെ എന്ന് വെച്ചാൽ ഇവിടെയുള്ള സൃഷ്ടികൾക്ക് ആർക്കും കഴിയാത്ത ഒന്നാണ് എന്ന് വരുമ്പോൾ തന്നെ അല്ലാഹുവിന്റെ ആസ്തിക്യം അതുകൊണ്ട് സ്ഥിരപ്പെടും. അല്ലാഹു ഉണ്ട്, അല്ലാഹു നിയന്ത്രിക്കുന്നുണ്ട്. അല്ലാഹു നിയന്ത്രിക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെയൊക്കെ പോകുന്നത് എന്നതിനൊക്കെയുള്ള വ്യക്തമായ തെളിവ് തന്നെയാണ്, തെളിവുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒന്ന് തന്നെയാണ്. അല്ലാഹുവിന്റെ ആസ്തിക്യം ഉദ്ഘോഷിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ കൈരേഖകളും മറ്റുമൊക്കെ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പലയിടത്തും പറഞ്ഞത് അലം നജ്അൽ ലഹു ഐനൈൻ. ആദ്യം തന്നെ പറഞ്ഞത് അങ്ങനെയാണ്, അലം നജ്അൽ ലഹു ഐനൈൻ, 2 കണ്ണുകൾ നാം അവർക്ക് കൊടുത്തില്ലയോ? കണ്ണിന്റെ ഉള്ളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിക്ഷേപിച്ച 1,00,000 നിറങ്ങളെ നമ്മുടെ ഈ 2 കണ്ണുകൾക്ക് വേർതിരിച്ച് അറിയാൻ കഴിയുമെന്നാണ്. 1,00,000 നിറങ്ങൾ, അത്രയും നിറങ്ങൾ ഇപ്പോ ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ വേർതിരിച്ച് ഓരോന്നിൽ നിന്ന് വ്യത്യസ്തമായി ഈ കാണുന്നതൊക്കെ വ്യത്യസ്ത രൂപത്തിൽ നമുക്ക് അറിയാൻ ഒരൊറ്റ നോട്ടം കൊണ്ട് തന്നെ വ്യത്യസ്തമായ രൂപത്തിൽ നമുക്ക് ഇതൊക്കെ അറിയാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിന്റെ ഒറ്റ നോട്ടം കൊണ്ട് ഓരോ മനുഷ്യരെയും അള്ളാഹ്ക്ക് അറിയാൻ സാധിക്കും. ഒറ്റ നോട്ടം കൊണ്ട്, നമ്മുടെ ഈ ഒറ്റ നോട്ടം കൊണ്ട് ഈ വ്യത്യസ്തമായ രൂപങ്ങളൊക്കെ നമുക്ക് അറിയാനുള്ള ഒരു ചെറിയ കഴിവ് അള്ളാഹ് തന്ന ഈ ചെറിയ കഴിവ് എങ്കിൽ ജല്ല ജലാലുവായ അള്ളാഹുവിന്റെ ഒറ്റ നോട്ടം കൊണ്ട് തന്നെ അള്ളാഹ്ക്ക് എല്ലാം അറിയുകയാണ്. യഅലമു ഖായിനത്തൽ അഅ്യുനി വമാ തുഖ്ഫി സുദൂർ. കണ്ണുകൾക്കുള്ള കട്ടുനോട്ടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയും. അത് അവന്റെ അടുക്കൽ ഓൻ മാത്രമേ അറിയുള്ളൂ. കണ്ണിന്റെ കട്ടുനോട്ടം അവൻ മാത്രമേ അറിയുള്ളൂ എന്നാണ് അവർക്ക് തോന്നുക. പക്ഷെ അള്ളാഹു പറഞ്ഞത് അതൊക്കെ ആരറിയും? അള്ളാഹു അറിയും. ആ രൂപത്തിലുള്ള ഇൽമാണ്, വിജ്ഞാനമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലക്കുള്ളത്. അള്ളാഹുവിന്റെ ഇൽമിനെ സംബന്ധിച്ച് വലിയ വലിയ പണ്ഡിതന്മാർ, മുസ്ലിമീങ്ങളായ ആളുകളും മുസ്ലിമീങ്ങൾ അല്ലാത്ത അഫ്ലാത്തുൻ പോലെ, ഫ്ലാറ്റെ പോലെ, അതേപോലെ തന്നെ സോക്രട്ടീസിനെ പോലെയുള്ള ആളുകളൊക്കെ
വളരെ കൂടുതൽ സംസാരിച്ചിട്ടുണ്ട്. ആ സംസാരിച്ചതൊക്കെ പിന്നീട് യൂനാനി ഭാഷയിൽ നിന്ന് അറബിയിലേക്ക് എടുത്തു തിരിച്ച് ഇപ്പോഴും അതൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കല്ലേ. ഇപ്പോഴും വലിയ വലിയ ആലിമ്യങ്ങൾ എന്താണ് അവരെ പറഞ്ഞത്? അഫ്ലാത്തുനെ പോലെ, പ്ലാറ്റോയെ പോലെയുള്ള, സോക്രട്ടീസിനെ പോലെയുള്ള, അരിസ്റ്റോട്ടലിനെ പോലെയുള്ള, അബു അലി ഇബ്നു സീനയെ പോലെയുള്ള, അതേപോലെ തന്നെ അബൂ നസ്റുൽ ഫാറാബിയെ പോലെയുള്ള വലിയ വലിയ പഴയ കാലത്തുള്ള വലിയ ശാസ്ത്രജ്ഞന്മാർ അള്ളാഹുവിന്റെ ഇൽമ് അതെങ്ങനെയാണ്, ജല്ല ജലാലുവായ അള്ളാഹുവിന്റെ വിജ്ഞാനം, അറിവ് എങ്ങനെയാണ്, അത് ഏത് രൂപത്തിലാണ്, എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയുന്നത് എന്നതിനെ പറ്റിയിട്ട് ഇപ്പോഴും ഗഹനമായ വലിയ ചർച്ചകൾ നടക്കുകയാണ്. അതിനെപ്പറ്റിയുള്ള ചർച്ചകളൊക്കെ ഉലമാക്കൾ, പണ്ഡിതന്മാരെ നടത്തുകയാണ്. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തന്ന വലിയ അനുഗ്രഹങ്ങളെ കൂട്ടത്തിൽപ്പെട്ടതാണ് അള്ളാഹ് എന്ന് ഉച്ചരിക്കാനെങ്കിലുമുള്ള ഒരു കഴിവാണ്. അള്ളാഹ് എന്ന് ഉച്ചരിക്കുവാനുള്ള കഴിവ് മുസ്ലിമീങ്ങളല്ലാത്ത ആർക്കും അള്ളാഹ് എന്ന് ഉച്ചരിക്കാൻ കഴിയില്ല. അള്ളാഹ് എന്ന് ഒരിക്കൽ പറയാൻ കഴിയും. അള്ളാഹ് എന്നേ പറയാൻ കഴിയും. അള്ളാഹു എന്ന് ഉച്ചരിക്കാൻ കഴിയില്ല. അത് തന്നെ വലിയ ഒരു ഭാഗ്യമാണ്. അള്ളാഹുവിന്റെ പേര് ഉച്ചരിക്കാൻ തന്നെ അള്ളാഹ് എല്ലാവർക്കും ഭാഗ്യം കൊടുത്തിട്ടില്ല. അള്ളാഹു എന്നതിന്റെ പേര് ഉച്ചരിക്കാൻ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും തൗഫീഖ് കൊടുത്തിട്ടില്ല. അപ്പൊ അതിനുള്ള ഒരു പരിശീലനം ചെറുപ്പത്തിലേ നമ്മൾ നേടിയെടുത്തത് കൊണ്ട് ജല്ല ജലാലുവായ അള്ളാഹുവിനെ ഉച്ചരിക്കുവാനും നിസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എത്ര തവണയാണ് ആ പേര് നമ്മൾ ഇങ്ങനെ പറയുന്നത്? അള്ളാഹു അക്ബർ എന്നതുകൊണ്ട് തുടങ്ങി പിന്നെയും അള്ളാഹു അക്ബർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഞാൻ ഓർമ്മപ്പെടുത്തിയതുപോലെ ആദ്യമായി കേൾക്കുന്ന വാക്ക് അത് തന്നെയാണ്. നമ്മുടെ ചവിട്ടിൽ നാം ആദ്യമായി കേൾക്കുന്നത് അള്ളാഹു അക്ബർ എന്നുള്ള ബാങ്ക്. ആ ബാങ്കിന്റെ ആദ്യത്തെ പദം തന്നെ അള്ളാഹു അക്ബർ. ബാങ്കിൽ തന്നെ ഏറ്റവും കൂടുതൽ പറയുന്ന വാക്കും അള്ളാഹു അക്ബർ. ബാങ്കിലും ഇഖാമത്തിനും ഒക്കെ കൂടുതൽ പറയുന്ന വാക്ക് അള്ളാഹു അക്ബർ എന്നുള്ളതാണ്. ഇനി നമ്മൾ അവസാനം പറയുന്നതും ആ അള്ളാഹ് തന്നെ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടെയും അവസാനം അള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള അള്ളാഹ് അത് പറഞ്ഞിട്ടാണ് നമ്മൾ മരിക്കുന്നത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോ നാം ആലോചിക്കുക, ഇതൊക്കെ ആര് സംവിധാനിച്ചു, ആര് തന്നു? അള്ളാഹു തന്നു. ഒരു വിരല് പോയാൽ കോലക്കടായി, ഒരു വിരല് കൂടുതലായാൽ കോലക്കടായി. ഒരു വിരല് ഈ കോലത്തിലല്ലാതെ ഒന്ന് വലുതാവുകയോ ചെറുതാവുകയോ ചെയ്താൽ കോലം നഷ്ടപ്പെട്ടു പോയി. കണ്ണ് ഈ കാണുന്ന പൊസിഷനിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ അത് കോലക്കടായി. നെറ്റിയുടെ നീളമോ വീതിയോ അല്പം കൂടുകയോ കുറഞ്ഞാൽ അതും കോലക്കടായി. സുബ്ഹാനല്ലാഹ്. ചെവി കുറച്ച് ചെറുതായാലും കോലക്കടായി, വലുതായാലും കോലക്കടായി. അപ്പൊ പിന്നെ ഇങ്ങനെ ഒരു ലെവലേഷൻ തെറ്റാതെ ഇത്ര കോടി മനുഷ്യന്മാരെ അള്ളാഹ് എങ്ങനെ സൃഷ്ടിക്കാൻ അള്ളാഹ്ക്കല്ലേ കഴിയൂ? ആർക്കാണ് ഇങ്ങനെ കഴിയുക? ഇങ്ങനെ സൃഷ്ടിക്കാൻ കഴിയല ആർക്കാണ്? ഇവിടൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതാണ് മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു. സ്വന്തം ശരീരം അറിഞ്ഞാൽ അള്ളാഹുവിനെ അവൻക്കറിയാൻ സാധിക്കും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് റസൂലുള്ളാഹിന്റെ അരികിൽ ഇരിക്കുമ്പോ ഒരാൾ വന്ന് ചോദിച്ചു, അയ്നല്ലാഹ്, അള്ളാഹു എവിടെയാണ്? അഫിസ്സമായി, അള്ളാഹ് ആകാശത്തിലാണോ? അതല്ല അള്ളാഹ് ഭൂമിയിലാണോ? അള്ളാഹ് എവിടെയാണ് എന്നൊരു ചോദ്യം ചോദിച്ചത് ഗസാലി ഇമാം ഇഹ്യാ ഉലൂമുദ്ദീൻ പറയുന്നുണ്ട്. ആ ചോദ്യത്തിന് മുത്ത് റസൂലുള്ളാഹിന്റെ മറുപടി എന്തായിരുന്നു അറിയോ? മുമ്പ് ഞാൻ ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ആധുനിക കാലഘട്ടത്തിൽ അള്ളാഹ് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അതിനുള്ള ആൻസർ ഇക്കാലഘട്ടത്തിൽ നമ്മൾ അതിന് മറുപടി പറയേണ്ടത് അള്ളാഹ് എവിടെയാണെന്ന് ചോദിക്കപ്പെടാൻ പറ്റുന്നവനല്ല. അള്ളാഹ് എവിടെ എന്ന് പറയുമ്പോൾ ഈ എവിടെയൊക്കെ ആരുണ്ടാക്കിയതാണ്? അള്ളാഹ് ഉണ്ടാക്കിയതാണ്. എവിടെ എന്ന് പറയുകയാണെങ്കിൽ, എപ്പോഴെന്ന് പറയുകയാണെങ്കിൽ, എവിടെ എന്ന് പറയുമ്പോൾ ഏത് സ്ഥലത്ത് നിന്നല്ലേ? ആ സ്ഥലം അള്ളാഹ് ഉണ്ടാക്കിയതല്ലേ? അപ്പൊ ആ സ്ഥലം ഉണ്ടാകുന്നതിന് മുമ്പ് അള്ളാഹ് ഉണ്ടല്ലോ. അള്ളാഹ് എവിടെ എന്ന് പറയുമ്പോൾ അള്ളാഹു അല്ലാത്ത എല്ലാം അള്ളാഹു ഉണ്ടാക്കിയതാണ്. അവിടെയാണ് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്. ഇവിടെയാണ് മുസ്ലിമീങ്ങളായ ആൾക്കാർ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്, മറ്റുള്ള ആളുകളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്.
അതുകൊണ്ടാണ് മുസ്ലിമീങ്ങളെ അതിജയിക്കാൻ ആർക്കും സാധിക്കൂല എന്ന് പറയുന്നത് ആയുധപരമായി അതിജയിക്കാൻ കഴിയില്ല എന്നല്ല, സൈനികപരമായി കൊണ്ട് അന്തുമുൽ അലൗന, നിങ്ങളാണ് ഏറ്റവും അത്യുത്തമന്മാരെന്ന് പറയുന്നത് ആയുധപരമായിട്ട് അത്യുത്തമന്മാരെന്നോ അല്ലെങ്കിൽ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ നിന്നോ രാഷ്ട്രത്തിന്റെ ശക്തിയുടെ അടിസ്ഥാനത്തിൽ നിന്നൊന്നല്ല. പിന്നെന്താണ് നിങ്ങളാണ് അത്യുന്നതന്മാരെന്ന് പറഞ്ഞാൽ? തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, നിങ്ങളെ ആശയങ്ങൾ, നിങ്ങൾ വിശ്വസിക്കുന്ന പ്രമാണങ്ങൾ, ഇതൊക്കെ ബുദ്ധിപരമായി നിങ്ങൾക്ക് സ്ഥിരപ്പെടുത്താൻ സാധിക്കും, മറ്റുള്ളവർക്ക് അത് സാധിക്കൂല. ബുദ്ധിപരമായി നിങ്ങൾക്കതെല്ലാം സ്ഥിരപ്പെടുത്താൻ സാധിക്കും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നല്ലാതെ ആയുധപരമായോ മറ്റോ ഉള്ള ഉന്നതി അല്ലെങ്കിൽ സാമ്പത്തികമായ ഉന്നതിയൊന്നും അള്ളാഹുവിന്റെ അടുക്കൽ ഒന്നും അല്ലല്ലോ. ജല്ല ജലാലുവായ അള്ളാഹുവിന്റെ അടുക്കൽ ആ ഉന്നതിയൊന്നും ഒരു വിഷയമല്ലല്ലോ. അള്ളാഹു സാമ്പത്തികമായ മറ്റുള്ള കാര്യങ്ങളൊന്നും അള്ളാഹിന്റെ അടുക്കൽ ഒരു പരിഗണന അല്ലല്ലോ. നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങളും ആശയങ്ങളും ഒക്കെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ള ആൾക്കാർ മുന്നിൽ നിങ്ങൾക്ക് നല്ലപോലെ അവതരിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ പറഞ്ഞു വരുന്നത്, ജല്ല ജലാലുവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ, ഞാൻ മുമ്പ് പറഞ്ഞു തന്നു, അള്ളാഹു എവിടെയാണെന്ന് ചോദിച്ചാൽ അത് അവരോട് പറയുക, അവരോട് നമുക്ക് നല്ല നിലക്ക് പറയാം. ഈ ഒരു ചോദ്യം എല്ലാ ചോദ്യങ്ങളും ചോദിക്കപ്പെടാൻ പറ്റൂലല്ലോ. എല്ലാവിധ ചോദ്യങ്ങളും ചോദിക്കുന്നതിന് ഏതില്ല അർത്ഥമില്ലല്ലോ, എല്ലാവിധ ചോദ്യങ്ങളും. ഇപ്പൊ ഉദാഹരണമായിട്ട് പിന്നെ പള്ളിയിൽ പശു ഉണ്ടോ? പള്ളിയിൽ പശു ഉണ്ടാവുന്ന സ്ഥലമല്ലല്ലോ ഇപ്പൊ പള്ളി. അപ്പൊ അത് ചോദിക്കുന്ന വെറും ഒരു ചോദ്യമല്ലേ. അള്ളാഹു എവിടെയാണോ എന്ന് ചോദിക്കണമെങ്കിൽ ഈ എവിടെയെന്ന് പറയുന്നത് എന്താ? എവിടെയെന്ന് പറയുന്നത് ഒരു സ്ഥലമാണ്, അതല്ലേ? അള്ളാഹു ഏത് സ്ഥലത്ത് നിന്നുള്ളതല്ലേ? ആ സ്ഥലം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അള്ള ഉണ്ടല്ലോ. ആ സ്ഥലം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അള്ളയുണ്ടല്ലോ. അതുകൊണ്ടാണ് അള്ളാഹു അർശിന്റെ മുകളിലാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരോട് സിമ്പിളായി നമുക്ക് ചോദിക്കാനുള്ളത്, അർശുണ്ടാകുന്നതിന് മുമ്പ് അള്ള എവിടെയിരുന്നു? അള്ള അർശിന്റെ മുകളിലാണെങ്കിൽ അർശ് സൃഷ്ടിയല്ലേ, അർശിനെ അള്ള സൃഷ്ടിച്ചതല്ലേ, അതിന് ഡേറ്റ് ഉണ്ടാവുമല്ലോ. ആ ഡേറ്റ് നമുക്കറിയാതെ പോയതാണ്. അർശിനെ അള്ളാഹു സൃഷ്ടിക്കുമ്പോൾ ഏത് സൃഷ്ടിക്കപ്പെട്ട സാധനങ്ങൾക്കും ഒരു തുടക്കം ഉണ്ടാവും. സൃഷ്ടിക്കപ്പെട്ട ഏത് സാധനങ്ങളുണ്ടോ അതിനൊക്കെ തുടക്കം ഉണ്ടാവും. ഈ ലോകത്തിന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് അത് ഇത്ര നൂറ്റാണ്ട് മുമ്പുണ്ടായതാണ്, BC അത്രയിലുണ്ടായതാണ്, BC ഇത്രയിലുണ്ടായതാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഏതായിരുന്നാലും അതിനൊരു തുടക്കം അവർ പറയുന്നുണ്ടല്ലോ. അപ്പോ ഏത് ഉണ്ടാക്കപ്പെട്ട ഇവിടെ ഉണ്ടായ സാധനങ്ങളും സൃഷ്ടിയായ സാധനങ്ങൾക്കൊക്കെ ഒരു തുടക്കം ഉണ്ടാകും. ഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ മശായിഖന്മാർക്ക് ഏറ്റവും കൂടുതൽ ആനന്ദമുണ്ടാകുന്ന സമയം എപ്പോഴാണെന്നറിയോ? ഉസ്താദുമാർക്ക്, ഞാൻ കണ്ട എൻ്റെ ഉസ്താദുമാർ, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ, അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ, അവരോടൊക്കെയുള്ള സ്നേഹവും ആദരവും വർദ്ധിക്കുന്നത് എപ്പോഴാണെന്നറിയോ? പടച്ചോനെ, ഇൽമു പഠിക്കാൻ അവർക്ക് അവസരം തന്നല്ലോ. ഇൽമു പഠിക്കാൻ ഞാൻ എപ്പോഴും മുത്തല്ലിമീങ്ങളോട് പറയലതാണ്, നിങ്ങളെ വാപ്പാരും നിങ്ങളുടെ രക്ഷിതാക്കന്മാരും നിങ്ങൾക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം നിങ്ങൾക്ക് ഇൽമു പഠിക്കാൻ അവസരം നൽകി എന്നുള്ളതാണ്. നിങ്ങളെ പുറത്തേക്ക് വിട്ടാൽ ഒരു ദിവസം 500 രൂപ ഉണ്ടാക്കുന്ന തൊഴിൽ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. ഏറ്റവും ചുരുങ്ങിയത് ഒരു 500 രൂപ വീട്ടിലേക്ക് കൊടുക്കാനുള്ള അതൊക്കെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയും. പക്ഷേ അതൊന്നും ചെയ്യാതെ അവര് നിങ്ങളെ ഇൽമു പഠിപ്പിക്കാൻ വേണ്ടി വിട്ടത് അത് ഏറ്റവും വലിയ അനുഗ്രഹം. എന്തേ കാരണം? അത് പഠിക്കുമ്പോഴാണ് അള്ളാഹിനെ പറ്റി അറിയാൻ സാധിക്കുള്ളൂ. അപ്പൊ നമ്മുടെ ഉസ്താദുമാർക്കൊക്കെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ആനന്ദം വിശുദ്ധ ഖുർആൻ ഓതുമ്പോഴാണ്. അത് കണ്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ ഓതുമ്പോഴുണ്ടാകുന്ന ആനന്ദം അത് കുറച്ചുകൂടി ശബ്ദത്തിൽ ഓതുമ്പോൾ, ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തിയല്ലോ, ബഹുമാനപ്പെട്ട റയീസുൽ ഉലമ സുബഹി ബാങ്ക് കൊടുക്കുന്നത് വരെ ഉറക്ക ഖുർആൻ ഓതും. ഇപ്പോഴും അങ്ങനെയാണ്. അവിടുത്തെ വീട്ടിലിരുന്ന് ഖുർആൻ ഓതുന്നത് റോട്ടിന്റെ അപ്പുറത്തേക്ക് കേൾക്കും. സുബഹിന്റെ മുമ്പാവുമ്പോൾ ശാന്തമായ സമയമായിരിക്കും, എല്ലാവരും കേൾക്കുന്ന സമയമായിരിക്കും. അപ്പൊ അത് ആ പ്രദേശത്തുള്ള വീടുകൾക്കൊക്കെ വലിയ അനുഗ്രഹമാണ്, അവിടെയുള്ള ആളുകൾക്കൊക്കെ അനുഗ്രഹമാണ്. കാരണം ആ ഖുർആന്റെ ശബ്ദം കേൾക്കുമ്പോൾ ആ ഭാഗത്തൊക്കെ റഹ്മത്തായി, ആ വീട്ടിൽ റഹ്മത്തായി, അയൽവാസികളിൽ റഹ്മത്തായി. ഇന്നലെ ഒരാൾ വന്നിട്ട്, ഇന്നലെ രാത്രി ഈ നാട്ടുകാരനായ ഒരാൾ പറഞ്ഞു, ഇവിടെ സ്രാമ്പി ആയിരുന്ന അവസരത്തിൽ, ഈ പള്ളി സ്രാമ്പി ആയിരുന്ന അവസരത്തിൽ
പടിഞ്ഞാട്ടിൽ നിന്ന് കാതേര് വരും. കാതേര് എന്ന് പറഞ്ഞാൽ നെയ്യമൂലയിൽ വരും. അങ്ങനെ വന്നിട്ട് ഇവിടെ ചേറ്റുംപടി ഉണ്ട്. ആ ചേറ്റുംപടിമ ഇരിക്കുമ്പോ മയമൂലയിൽ ഇങ്ങനെ വരുന്നത് കണ്ടാൽ തന്നെ ആൾക്കാർക്ക് പേടിയാണ്. ഇന്നലെ ഞാൻ മയമൂലയെ കണ്ടിട്ടില്ല. മയമൂലയിൽ കാതേര് എന്നാണ് ഞങ്ങൾ പറയാ. കാതേര് ഇങ്ങനെ വരുന്നത് കണ്ടാൽ തന്നെ പേടിയാണ്. അങ്ങനെ ചേറ്റുംപടി ഇരുന്നിട്ട് ഏതെങ്കിലും ഒരു കുട്ടിയോട് മാറ്റി വിളിക്കും. എന്നിട്ടൊരു ചായ കൊണ്ടിട്ട് കുടിക്കും. ഇല്ലേ, നിങ്ങൾക്കൊക്കെ അറിയില്ല പഴയ ആൾക്കാർക്ക്. അപ്പൊ ആ ചായ കൊണ്ടുവരാൻ വേണ്ടി കുട്ടിനെ വിളിച്ചാൽ കുട്ടി ഇങ്ങനെ പറക്കും. അതിങ്ങനെ അങ്ങനെ കൊണ്ടേ കൊടുക്കുമ്പോ തന്നെ പറക്കും. എന്താ അയാള് പോലീസ് അയച്ചിട്ട് ഇയാള് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ? അപ്പൊ എന്ത് ചെയ്യത്? എന്താണ് അങ്ങനെ ഒരു പേടി വന്നത്? എന്താണ് അങ്ങനെ ആ ഒരു ബഹുമാനം വന്നത്? അവർ ഒരു സ്ഥലത്തുണ്ടായിക്കഴിഞ്ഞാൽ കിതാബിൽ കാണാം, അവർ ഒരു സ്ഥലത്തുണ്ടായിക്കഴിഞ്ഞാൽ ഫഹും കൽ ബിഹാർ ഫഇദാ സബതു ഫഹും കൽ ജിബാൽ. അവരുണ്ടായിക്കഴിഞ്ഞാൽ ആ നാട്ടിൽ ബർക്കത്തായി, സമാധാനായി, ഒരത്താണിയായി. ഏത് പ്രശ്നങ്ങളും ഓലോട് പറഞ്ഞാൽ ഏത് കൊമ്പനും അത് സ്വീകരിക്കും. മൊയ്ലിയർ അങ്ങനെ പറഞ്ഞതല്ലേ, അന്ന് അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് സ്വീകരിക്കും. എന്തേ ഒരു സ്വീകാര്യത എവിടുന്ന് കിട്ടി? ഇങ്ങനെ ഒരു കബൂലിയത്ത്, ഒരു സ്വീകാര്യത അത് ഉണ്ടാക്കിയുണ്ടാവില്ല. അത് അള്ളാഹു കൊടുക്കുന്നതാണ്. അള്ളാഹു കൊടുക്കുന്നതാണ് അവർക്ക്. അത് എത്ര പൈസ കൊടുത്ത് ചെലവാക്കിയാലും അത് ഉണ്ടാവില്ല. അള്ളാഹു കൊടുക്കുന്നതാണ്. ഇത് എവിടുന്ന് അവർക്ക് കിട്ടിയത്? അള്ളാഹിനെ അവർ പേടിച്ചു. അള്ളാഹിനെ പേടിക്കാൻ അവർക്ക് കിട്ടിയത് ഖുർആൻ ഓതുമ്പോഴാണ്. ഈ ഉസ്താദുമാരൊക്കെ ഖുർആൻ ഓതുന്ന അവസരത്തിൽ അതിന്റെ ആനന്ദം, അതിന്റെ സന്തോഷം, ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി ലനുദ്ഖിലന്നഹും ഫിസ് സ്വാലിഹീൻ. സൂറത്ത് അങ്കബൂത്തിലുള്ള ഒരൊറ്റ വരിയുള്ള ആയത്താണ്. സൂറത്ത് അങ്കബൂത്തിലെ 9-ാമത്തെ ആയത്താണ്. ഞാനതിങ്ങനെ ചിന്തിച്ചു, പലപ്പോഴും ഇങ്ങനെ ഓതി, പലവട്ടം ഓതി. എന്താണ് പടച്ചോനെ ഈ പറഞ്ഞത്? എന്താണ് അല്ലാഹു പറയുന്നത്? ഇന്നല്ലദീന ആമനു, തീർച്ചയായിട്ടും വിശ്വസിച്ച ആളുകൾ, വഅമിലുസ് സ്വാലിഹാത്തി, സൽക്രമങ്ങൾ പ്രവർത്തിച്ചതായിരിക്കുന്ന ആളുകൾ, ലനുദ്ഖിലന്നഹും, തീർച്ചയായിട്ടും നാം അവരെ പ്രവേശിപ്പിക്കും ഫിസ് സ്വാലിഹീൻ, നല്ല ആൾക്കാരുടെ കൂട്ടത്തിൽ. വല്ലാത്തൊരു വാക്കാണ് അല്ലാഹു പറഞ്ഞത്. ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി എന്ന് പറഞ്ഞിട്ട് വേറെ പല വിഷയങ്ങളും ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ധാരാളം വിഷയങ്ങൾ അതുമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരൊറ്റ വരി ആയത്താണ്. സൂറത്തെ അങ്കബൂത്തിട്ട് മറിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. 9-ാമത്തെ ആയത്താണ്. ഒരു വരിയേ ഉള്ളൂ അത്. ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി ലനുദ്ഖിലന്നഹും, തീർച്ചയായിട്ടും നാം അവരെ പ്രവേശിപ്പിക്കും ഫിസ് സ്വാലിഹീൻ, നല്ല ആൾക്കാരുടെ കൂട്ടത്തിൽ പ്രവേശിപ്പിക്കും. അള്ളാഹു കൂട്ടത്തിൽ നമ്മൾ പ്രവേശിപ്പിക്കട്ടെ. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അങ്ങനെയല്ലേ നമ്മൾ ദ്വാരക്കണത്? അത്തഹിയാത്തിൽ അങ്ങനെയല്ലേ ദ്വാരക്കണത്? അസ്സലാമു അലൈനാ, അള്ളാഹുവിന്റെ രക്ഷ നമ്മളെ മേൽ ഉണ്ടാവട്ടെ. വഅലാ ഇബാദില്ലാഹി എന്ന് പറഞ്ഞിട്ട് നിർത്തുന്നില്ല. വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ അള്ളാഹിന്റെ അടിമകളെ മേൽ ഉണ്ടാവട്ടെ എന്നാണ് നമ്മൾ പറഞ്ഞത്. എല്ലാവരും മേലും അല്ല. വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ ആൾക്കാർ, ആ സ്വാലിഹീങ്ങളായ ആൾക്കാർക്ക് കോടി സലാം കിട്ടുകയാണ് ഒരു ദിവസം. ഓൽക്ക് വേണ്ടി ആൾക്കാർ ദ്വാരക്കുകയാണ്, നമ്മളൊക്കെ ദ്വാരക്കുകയാണ്. അസ്സലാമു അലൈന, അള്ളാഹുവിന്റെ രക്ഷ നമ്മളെ മേൽ ഉണ്ടാവട്ടെ. വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. 7 വയസ്സ് മുതൽ നമ്മൾ ഇങ്ങനെ പറയാം. നല്ല ആൾക്കാർക്ക് വേണ്ടി എല്ലാവരും ദ്വാരക്കുകയാണ്. അതല്ലേ ഇതിന്റെ അർത്ഥം. ഈ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് പറഞ്ഞാല് നമ്മളെ കൂടെ നിസ്കരിച്ച ആൾക്കാർ മാത്രമല്ലല്ലോ, ലോകത്തുള്ള മുഴുവൻ സ്വാലിഹീങ്ങളായ ആൾക്കാരും പെട്ടില്ലേ? ഈ സ്വാലിഹീങ്ങളായ ആൾക്കാർ കൂട്ടത്തിൽ പെടണമെങ്കിലാണ് അള്ളാഹ് പറഞ്ഞത് ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി. പടച്ചോനെ, ആ സ്വാലിഹായ അമൽ ചെയ്ത് കിട്ടുക എന്നുള്ളതാണ് പ്രശ്നം. നമ്മൾ ചെയ്തതൊക്കെ സ്വാലിഹായിക്കണോ ഇല്ലെന്ന് എങ്ങനെ അറിയാം? അത് സ്വാലിഹാവാനാണ് ഇത്തരം കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അള്ളാഹുവിന്റെ റസൂലിനോട് സഹാബത്തിൽപ്പെട്ട ഒരാൾ വന്ന് ചോദിച്ചു, അയിനല്ലാഹ് എന്ന് ചോദിച്ചു. റസൂലുള്ളാഹി ചോദിച്ചു, എവിടെയാണ് അള്ളാഹ്? അവരെ സംബന്ധിച്ചിടത്തോളം അന്ന് അവിടെ മക്കാ കുഫാറുകളായ ആളുകൾ, അവരുടെ ദൈവങ്ങൾ, അതൊക്കെ എല്ലാവരും കാണുന്നതാണ്. എല്ലാവർക്കും രൂപങ്ങളുണ്ട്. എല്ലാ മതവിഭാഗത്തിനും രൂപങ്ങളും അതേപോലെ തന്നെ പ്രതിമകളുമുണ്ട്. ഓരോ കോലത്തിലുള്ള ഉണ്ട്. പ്രതിമകളും രൂപങ്ങളും ഇല്ലാത്തത് നമ്മളാണ്. ഒരിക്കലും രൂപങ്ങൾ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. രൂപങ്ങൾ ഉണ്ടാക്കൽ ഹറാമാണ്. പ്രത്യേകിച്ച് 6 ഭാഗങ്ങളുടെ രൂപങ്ങൾ ഉണ്ടാക്കൽ, അത് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. 6 ഭാഗങ്ങളുള്ള രൂപങ്ങൾ ഉണ്ടാക്കൽ ഹറാമാണ് എന്നതിൽ അഭിപ്രായ വ്യത്യാസമില്ല. അള്ളാഹ്ക്ക് വലിയ വെറുപ്പുള്ള കാര്യമാണ്. സൃഷ്ടാവ് എന്ന് അള്ളാഹു പറഞ്ഞിടത്തൊക്കെ അള്ളാഹിനെ പറ്റിയാ പറഞ്ഞത്.
ഖാലിഖ് സൃഷ്ടിക്കുന്നവൻ. സൃഷ്ടിക്കുന്നവൻ എന്ന വിശേഷണം അത് അള്ളാഹുവിനിക്ക് മാത്രമുള്ളതാണ്. അത് അള്ളാഹിന്റെ ഖാസിയത്താണെന്ന് കിതാബിലൊക്കെ കാണും. അള്ളാഹ്ക്ക് മാത്രമുള്ളതാണ്. അതിൽ പങ്കു ചേർക്കുന്നത് അള്ളാഹ്ക്ക് തീരെ ഇഷ്ടമില്ലാത്തതാണ്, അള്ളാഹ്ക്ക് വളരെ വെറുപ്പുള്ളതാണ്. അതിൽ പങ്കു ചേർക്കുക എന്നത് സൃഷ്ടിപ്പിൽ അള്ളാഹുവാണ് ഖാലിഖ് കുല്ലി ഷൈ. എവിടെയും പറഞ്ഞത് അങ്ങനെ. അള്ളാഹു ഖലഖക്കും, അള്ളാഹ് നിങ്ങളെ സൃഷ്ടിച്ചു. വമാ തഅമലൂൻ, നിങ്ങൾക്ക് അമലൊക്കെ ഉണ്ട്, വേറെ കാര്യം. അള്ളാഹ് നിങ്ങളെ സൃഷ്ടിച്ചു. ഖാലിഖ് എന്നതിൽ ഒരു കൂട്ടുകാരുണ്ടാകാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് 6 ഭാഗങ്ങളുള്ള മുൻവശം, പിൻവശം, വലതുവശം, ഇടതുവശം, മുകൾ വശം, താഴ്വശം, ഇങ്ങനെ 6 ജിഹത്തുള്ള 6 ഭാഗങ്ങളുള്ള ഒരു സാധനവും ഒരു കോലം ഉണ്ടാക്കിക്കൂടാ. മനുഷ്യക്കോലായിരുന്നാലും ശരി, മറ്റ് പ്ലോട്ടുകളായിരുന്നാലും ശരി, നമുക്കത് ഉണ്ടാക്കിക്കൂടാ. അത് അള്ളാഹ്ക്ക് വളരെ വെറുപ്പുള്ള ഒരു കാര്യമാണ്. അതൊന്നും ഉണ്ടാക്കാൻ പാടില്ല. നമ്മളൊരു പ്രത്യേക വിഭാഗക്കാരായ ആൾക്കാരാണ്, ആഖിറത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളതൊക്കെ അനുസരിച്ചേ പറ്റൂ. ബാക്കിയുള്ളവർക്ക് അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓർക്കൊക്കെ തോന്നിയമായി ജീവിക്കാം. ഏതായിരുന്നാലും ശരി, മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി എന്താണെന്നറിയോ? ഫീ ഖുലൂബിൽ മുഅ്മിനീൻ. അങ്ങനെ പറഞ്ഞു, അള്ളാഹു ഉള്ളത് ഫീ ഖുലൂബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്കുള്ള ഹൃദയത്തിലാണ്. മുഅ്മിനീങ്ങൾക്കുള്ള ഹൃദയത്തിലാണ്. വല്ലാത്തൊരു മറുപടിയായി പോയത്. അള്ളാഹ് എവിടെയാണെന്ന് ചോദിച്ചപ്പോ ഞാൻ നിങ്ങളോട് പറഞ്ഞത് അത് ഈ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറുപടിയാണ്. ഞാനത് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം പറഞ്ഞതൊന്നുമല്ല. ഞാൻ അതിനെ സംബന്ധിച്ച് താജുൽ മുഹഖിഖീൻ കോട്ടൂർ ഉസ്താദിനോട് ചോദിച്ചു, ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ അള്ളാഹ് എവിടെയാണ് എന്നുള്ള ഈ നിരീശ്വരവാദികളൊക്കെ ചോദിക്കുന്നുണ്ട്. എല്ലാ വ്യാഴാഴ്ചയും ഞങ്ങളത് വിശദമായി ഉസ്താദിന് തീരെ വയ്യ. എന്നിരുന്നാലും 2 ആള് താങ്ങി പിടിച്ചിട്ടാണ് ഉസ്താദിനെ കൊണ്ടുവരിക. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. എന്നാൽ ലോകത്ത് ഇപ്പൊ ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരിൽ നിന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ പറയാൻ കെൽപ്പിട്ടുള്ള ആൾ ഉസ്താദ് മാത്രമാണ്. ലോകത്തിന്റെ ഉസ്താദിനും അത്രക്ക് വലിയ കഴിവാണ്. അത് ഉസ്താദിന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത മഹാന്മാരായ ആളുകളുമായിട്ടുള്ള ഉസ്താദിന്റെ ബന്ധം കൊണ്ട് കൊടുത്ത ഒന്നാണ്. ഉസ്താദ് ആകെ 6 കൊല്ലം ഓതിയിട്ടുള്ളൂ. 6 കൊല്ലമേ ഉസ്താദ് കിതാബ് ഓതിയിട്ടുള്ളൂ. അതിൽ തന്നെ ഉസ്താദ് പല കിതാബ് ഉസ്താദിന് ഓതാൻ പറ്റിയിട്ടില്ല, രോഗം കൊണ്ടിട്ട്. ദർസിലൊക്കെ ക്ലാസ്സിലൊക്കെ ഉസ്താദ് കെടുക്കലാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഉസ്താദ് പറഞ്ഞു, ഞാൻ കെടുക്കലാണ്. ഞാൻ പള്ളിയിൽ വാതിൽ കട്ടിലുമ്പോൾ തലയും വെച്ച് ഞാൻ അങ്ങനെ കൊടുക്കും. അപ്പൊ ഓക്കെ ഉസ്താദ് എന്നോട് പറയും, കോട്ടൂർ അവിടെ കിടന്നാൽ മതി എന്ന് പറയും. എനിക്ക് ഇരിക്കാൻ വയ്യ. ഞാൻ കിടന്നിട്ടാണ് ക്ലാസ് ഒക്കെ കേട്ടിരുന്നത്. അതും എല്ലാ ക്ലാസ്സും എനിക്ക് കേൾക്കാൻ കഴിയില്ല. അങ്ങനെ വലിയ തുല്യതയില്ലാത്ത ഒരു രോഗമാണ് ഉസ്താദിന് അള്ളാഹു നേരത്തെ കൊടുത്തതാണ്. അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. അപ്പോ ഉസ്താദിനോട് ഞാൻ ചോദിച്ചു, അപ്പോ എന്താണ് നമ്മളതിന് മറുപടി പറയുക? അങ്ങനെ ഗഹനമായ പല കാര്യങ്ങളുമാണ് ചർച്ചയ്ക്ക് ഉപയോഗിക്കാറുള്ളത്. അതിന് സമയം കണ്ടെത്തണം. വലിയ പാടാണ്. ഒരു 1.25 മണിക്കൂർ വേണം ഇവിടെ നിന്ന് എനിക്ക് അങ്ങോട്ട് പോകാൻ. അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനും 1.25 മണിക്കൂർ വേണം. 2.5 മണിക്കൂർ യാത്രക്ക് തന്നെ വേണം. എന്നിട്ട് അതിൻ്റെ ഇടയിലുള്ള ബ്ലോക്കുകളും മറ്റൊക്കെ അതൊക്കെ സഹിക്കുന്നത്, അതാ കിട്ടുന്നത്, അത് അപ്പോഴേ കിട്ടുള്ളൂ. മുമ്പൊന്നും ഈ സൗകര്യം ഉണ്ടായിരുന്നില്ല. ഉസ്താദ് ഒരുപാട് കാലമായിട്ടുണ്ടെങ്കിലും കൂടി നമുക്ക് പോകാനും മറ്റുമൊക്കെ സൗകര്യങ്ങൾ വേണ്ടേ? ബസ്സൊക്കെ പിടിച്ച് അതൊക്കെ പിടിച്ച് പോകുമ്പോഴത്തേക്ക് നമ്മളെ ക്ലാസ്സും നഷ്ടപ്പെടും. നമുക്കത് കഴിയില്ല. ഇപ്പൊ അള്ളാഹു അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു തന്നു. അതിനാണ് ഉലമാക്കൾക്ക് നമ്മൾ സൗകര്യം ചെയ്ത് കൊടുത്താൽ അവർ ആ ഇൽമു പഠിച്ച് അവർ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. അവർക്ക് സൗകര്യം ചെയ്ത് കൊടുത്താലുള്ള ഗുണം അതാണ്. അവരത് പഠിച്ചിട്ട് ഇപ്പോ ഞാനൊരാളെ പഠിച്ചാൽ നിങ്ങൾക്കൊക്കെ പറഞ്ഞു തന്നു. അപ്പൊ നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെട്ടില്ല. നിങ്ങൾക്ക് ഇത് പഠിച്ചെടുക്കാൻ കഴിയില്ലല്ലോ. നിങ്ങളിപ്പോ ഉസ്താദിന്റെ അടുത്ത് ചെന്നിട്ട് നിങ്ങൾക്കത് ചോദിക്കാനോ അല്ലെങ്കിൽ ഉസ്താദ് പറഞ്ഞ മറുപടി ഉൾക്കൊള്ളാനോ നിങ്ങൾക്ക് സാധിക്കൂലല്ലോ. അപ്പോ നമ്മളത് പഠിച്ചാൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു. അത് ലളിതമായി വളരെ മനസ്സിലാകുന്ന രൂപത്തിൽ നിങ്ങൾക്കത് അവതരിപ്പിച്ചു തരും. അത് വലിയൊരു നേട്ടവുമാകും. പിൽക്കാലത്തുള്ള നിങ്ങളുടെ കുട്ടികൾ വളർന്നു വരുന്ന കുട്ടികൾ ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദിക്കുമല്ലോ. അപ്പൊ അതിനൊക്കെ നമുക്ക് ആൻസർ കൊടുക്കാൻ കഴിയണം, മറുപടി കൊടുക്കാൻ കഴിയണം. നമ്മുടെ ദീൻ നമുക്ക് ശരിയായ രൂപത്തിൽ അവതരിപ്പിക്കാൻ കഴിയണം. ഉസ്താദ് പറഞ്ഞു, ആ മറുപടിക്ക് തകരാറൊന്നുമില്ല, അങ്ങനെ പറയാം. കാരണം അള്ളാഹു എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതല്ലേ. അപ്പൊ ആ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹ് ഉണ്ടല്ലോ. അപ്പൊ അള്ളാഹ് എവിടെയാണെന്ന് ചോദിക്കാൻ പറ്റൂലല്ലോ. അള്ളപ്പ അർശിന്റെ മുകളിലാന്ന് പറയുമ്പോ അർശുണ്ടാവുന്നതിന് മുമ്പ് എവിടെയിരുന്നു? അർശുണ്ടാകുന്നതിന് മുമ്പ് അർശ് അള്ളാഹ് സൃഷ്ടിച്ചതല്ലേ? അതല്ല, അർശ് അള്ളാഹ് സൃഷ്ടിച്ചതല്ല, പിന്നെന്താണത്?
പിന്നെന്താണ്? അർശ് അള്ളാഹ് സൃഷ്ടിച്ചില്ലെങ്കിൽ തന്നെ ഉണ്ടായതാ. നൊക്കെ തന്നെ ഉണ്ടായതാന്ന് പറഞ്ഞാൽ പോലെ അർശ് മാത്രം തന്നെ ഉണ്ടായതാന്ന് പറയണ്ടല്ലോ. ഇതൊക്കെയാണ് ബുദ്ധിപരമായ ചോദ്യങ്ങൾ. അപ്പൊ അർശ് അള്ളാഹിന്റെ സൃഷ്ടിയാണ്. അല്ല അള്ളാഹിന്റെ സൃഷ്ടിയാണ് അർശ്. എല്ലാം അള്ളാഹിന്റെ സൃഷ്ടിയാണ്. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ അള്ളാഹു എങ്ങനെയാ സൃഷ്ടിച്ചത് ഒരു പിടുത്തം കിട്ടുന്നില്ല. അള്ളാഹു എങ്ങനെയാ ഇതൊക്കെ സൃഷ്ടിച്ചെന്ന് ഒരു പിടുത്തമില്ല. ഇപ്പോഴും ഓരോന്നോരോന്ന് കണ്ടുപിടിക്കുകയാണ്. ആകാശത്തിലുള്ളതൊക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായിരുന്നാലും ശരി, ഏകനായ ഒരു കൂട്ടുകാരനുമില്ലാതെ ഒരു പങ്കുകാരനുമില്ലാതെ അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുകയും ആ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുകയും ചെയ്യുന്ന ഒരു വിഭാഗം ഇന്ന് ഭൂമിയിലുണ്ടെങ്കിൽ അത് മുസ്ലിമീങ്ങളാണ്. അതിൽ നമുക്ക് വലിയ അഭിമാനമുണ്ട്. നമുക്ക് വലിയ അഭിമാനിക്കാൻ കഴിയും. അള്ളാഹു എന്നുള്ള ആ പദം അറബി പദമാണ്. ആ പദം അതേ രൂപത്തിൽ ഉച്ചരിക്കുന്ന ആൾക്കാരും നമ്മൾ മാത്രമാണ്. വേറെ ആർക്കും ആ ഭാഗ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടില്ല. അതിന് കാരണക്കാരൻ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അവിടുന്ന് അതിശക്തമായ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് ഈ സന്ദേശം ലോകത്ത് എത്തിച്ചു തന്നില്ലായിരുന്നുവെങ്കിൽ നമുക്കത് കിട്ടൂലായിരുന്നു. ഞാൻ ആ വിഷയത്തിലേക്കല്ല കടക്കുന്നത്. അപ്പൊ അതിന് നമ്മൾ അങ്ങനെ തന്നെ മറുപടി പറയണം. അള്ളാഹു എവിടെയാണ് എന്നാണ്. എന്ന് പറയുന്നത് അത് സമയബന്ധിതമാണ്. എന്ന് പറയുമ്പോൾ ഇന്ന ദിവസം സമയല്ലേ? അങ്ങനെ സമയം അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് സമയമില്ലല്ലോ. അള്ളാഹു ഒരു സമയത്തുള്ളവനല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ജല്ല ജലാലുവായ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് സമയത്തെ സൃഷ്ടിച്ചത്. എന്താണ് ഈ സമയം? സമാൻ എന്താണ് ഈ സമയം? എന്താണ് വഖ്ത്? അതിനെപ്പറ്റിയൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ സമയം എന്ന് പറഞ്ഞാൽ? ഈ സമയത്തിന്റെ തുടക്കം എന്ന് മുതൽക്കാണ് ഈ സമയം ഉണ്ടായത്? അതൊക്കെ ഉലമാക്കൾ ചർച്ച ചെയ്യുകയും അതൊക്കെ തീരുമാനത്തിലും എത്തിയിട്ടുണ്ട്. കൂടുതൽ ചർച്ച ചെയ്ത് പോയിട്ടില്ല. അതിനൊക്കെ ഒരു തീരുമാനങ്ങളുണ്ട്. ഏതായിരുന്നാലും പൊതുജനങ്ങളായ ആൾക്കാർ ചോദിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുന്ന രൂപത്തിലുള്ള മറുപടി അതാണ്. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോ ഫീ ഖുലൂബിൽ മുഅ്മിനീൻ എന്നാ പറഞ്ഞത്. ഫീ ഖുലൂബിൻ നാസി എന്ന് പറഞ്ഞില്ല. ഫീ ഖുലൂബിൽ ഖൽഖി എന്ന് പറഞ്ഞില്ല. ഫീ ഖുലൂബിൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങൾക്കുള്ള ഹൃദയങ്ങളിലാണ് അള്ളാഹു. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? മുഅ്മിനീങ്ങൾക്കുള്ള ഹൃദയങ്ങളിൽ അള്ളാഹു എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ഇപ്പോ ഒരു സാധനം വന്നിരിക്കൂല. നിങ്ങൾ ഇതൊക്കെ ഇപ്പൊ എന്റെ ഹൃദയത്തിലുണ്ട്. എന്റെ മെമ്മറിയിൽ ഈ കാണുന്നതൊക്കെ ഉണ്ട്. പക്ഷെ അത് വിശദമായിട്ടില്ലെങ്കിലും മൊത്തത്തിലുണ്ട്. ഇപ്പൊ ഞാൻ കണ്ണണ്ട് ഞെമ്പി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എനിക്ക് കാണാൻ കഴിയും, ഇതൊക്കെ കാണാൻ കഴിയും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിലുള്ള ക്യാമറ നമ്മുടെ കണ്ണിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ പതിയാനും അത് വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ഫോട്ടോ എടുക്കുന്ന മാതിരി കണ്ണുകൊണ്ട് ഇതൊക്കെ നമ്മൾ ഫോട്ടോ എടുക്കുന്നു. എന്നിട്ട് തലച്ചോറിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗത്ത് അത് നിക്ഷേപിക്കപ്പെടുന്നു. പ്രായമായി കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആയി പോകും. അതാണ് ഈ ഓർമ്മശക്തിക്ക് പോണത്. പ്രായമായി കഴിഞ്ഞാൽ പലതും നമ്മൾ നിക്ഷേപിച്ചു വെച്ചതൊക്കെ പോകുന്ന ആൾക്കാർക്ക് പോകും, ചിലർക്ക് അത് പോകില്ല. ഏതായിരുന്നാലും ജല്ല ജലാലുവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്ഥൂല രൂപമോ നമ്മളെ പോലെ 6 ഭാഗങ്ങളുള്ള ഒന്നുമല്ല. അങ്ങനെങ്കിൽ അത് ഹൃദയത്തിൽ വരൂല. അതങ്ങനെ ഹൃദയത്തിൽ വരാൻ കഴിയില്ലല്ലോ. ഹൃദയം എന്ന് പറഞ്ഞാൽ ചെറുതല്ലേ, അതെങ്ങനെ വരാൻ കഴിയൂല. അപ്പൊ മുഅ്മിനീങ്ങളുടെ ഹൃദയങ്ങളിൽ അള്ളാഹു ഉണ്ട് എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങളാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നതിന്റെ അർത്ഥം. അള്ളാഹിനെ പറ്റി മനസ്സിലാക്കുന്ന മുഅ്മിനീങ്ങളാണ്. മുഅ്മിനീങ്ങളായ ആൾക്കാർക്ക് അള്ളാഹിനെ പറ്റി അറിയാൻ സാധിക്കുള്ളൂ. ഈമാൻ കൂടുകയും അമല് കൂടുകയും ചെയ്താൽ അള്ളാഹിനെ പറ്റിയുള്ള അറിവിങ്ങനെ കൂടും. അള്ളാഹുവിനെ പറ്റിയുള്ള അറിവിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഇബാദത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട ഇബാദത്താണ് ഫിക്ർ ഒരു പ്രധാനപ്പെട്ട ഇബാദത്താണ്. ധാരാളം ആളുകൾ ഒറ്റ ഇരുത്തം ഇരുന്നിട്ട് അള്ളാഹിനെ പറ്റി ഇങ്ങനെ അനന്തമായി ചിന്തിക്കും. അതൊരു വലിയ ഇബാദത്താണ്. ഫിക്റിലാവുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഇബാദത്താണ്. ആ ഇബാദത്ത് കിട്ടണമെങ്കിൽ അള്ളാഹിനെ പറ്റി അറിയണം. ഞാൻ പറഞ്ഞു വരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്ത വലിയ അനുഗ്രഹത്തിൽപ്പെട്ടതാണ്. അള്ളാഹ് എന്നുള്ളത് ഉച്ചരിക്കാൻ കഴിഞ്ഞത് തന്നെ വലിയ അനുഗ്രഹമാണ്. ഇതൊക്കെ സൃഷ്ടിച്ചത് നമ്മുടെ ശരീരത്തിന്റെ ഓരോന്നും ചിന്തിക്കുമ്പോൾ നമുക്ക് അള്ളാഹിനെ പറ്റി മറ്റുള്ള ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ദൈവനിഷേധികളായ അള്ളാഹ് ഇല്ല എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ അവരോടൊക്കെ ചെറിയ രൂപത്തിലെങ്കിലും പിടിച്ചു നിൽക്കാനും പറഞ്ഞു കൊടുക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുന്നത് ജല്ല ജലാലുവായ അള്ളാഹുവാണ് ഈ 7 അവയവങ്ങളെയും സൃഷ്ടിച്ചത്. അതിൽ അള്ളാഹു ആദ്യം പറഞ്ഞത് അലം നജഅൽ ലഹു ഐനൈനി, 2 കണ്ണ് നാം അവനക്ക് കൊടുത്തില്ലേ. ഇതൊക്കെ എന്താണ് ആദ്യം പറയാൻ കാരണം എന്താ? 2 കണ്ണ് കൊടുത്താൽ ഇതൊക്കെ കാണാം.
ഇതൊക്കെ കാണാം. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് ഇതിന്റെ പിന്നിൽ ഒരാളുണ്ടല്ലോ, ഒന്നുണ്ടല്ലോ, ഇതിന്റെ പിന്നിൽ ഒന്നുണ്ടല്ലോ എന്ന് അവനക്ക് അള്ളാഹിനെ പറ്റി മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ശരീരത്തിന്റെ അവയവങ്ങളെ കൂട്ടത്തിൽ മറ്റ് 7 അവയവങ്ങൾ പ്രധാനപ്പെട്ടത് ഉണ്ടായിട്ടും അള്ളാഹു ആദ്യം അത് പറഞ്ഞത് അലം നജഅൽ ലഹു ഐനൈൻ, 2 കണ്ണുകൾ നാം അവനക്ക് കൊടുത്തില്ലേ. ഈ കണ്ണുകളെ മഹാനായ ഗസാലി ഇമാമ് സൂക്ഷിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് പിന്നെ അള്ളാഹു പറഞ്ഞത് വലിസാനൻ, നാവ് കൊടുത്തില്ലേ. വലിസാനൻ അലം നജഅൽ ലഹു ഐനൈനി വലിസാനൻ, നാവ് കൊടുത്തില്ലേ. ആ നാവിനെ 7 ദോഷങ്ങളിൽ നിന്നിട്ട് നാവിനെ കാത്തു സൂക്ഷിച്ച് നാവിനെ സംരക്ഷിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന നാവാണ്. ഇന്നേ വരെ ഇതുപോലെ ഒരു നാവ് സൃഷ്ടിക്കാൻ മനുഷ്യർക്ക് സാധിച്ചിട്ടില്ല. എന്താണ് അതിന്റെ ഒരു പവർ? പല ഭാഷ പഠിച്ച ആൾക്കാർക്ക് ആ നാവ് കൊണ്ട് പല ഭാഷ പറയാം. ഒരു തേമാനം നാവിന് വരുന്നില്ല, എല്ലിന് തേമാനം വരുന്നുള്ളതൊക്കെ കേട്ടിട്ടുണ്ട്. നാവിന് ഏത് വരുന്നില്ല, തേമാനം വരുന്നില്ല. ഓരോ നാവ് ഉൾക്കൂലല്ലോ എന്നൊക്കെ പറയും. പഴയ കാലത്ത് നമ്മൾ പറയല്ലോ നാവ് ഉൾക്കൂലല്ലോ എന്നൊക്കെ പറയും. കാരണം എന്തും പറയാലോ എന്നുള്ള അർത്ഥത്തിൽ, എന്തും പറയാലോ എന്നുള്ള അർത്ഥത്തിൽ. സുബ്ഹാനല്ലാഹ്, ഒരു അള്ളാഹ്ക്ക് പൊരുത്തല്ലാത്ത ഒന്നും പറയാത്ത മനുഷ്യന്മാർ, ഒരു ചീത്ത പോലും വിളിക്കാത്ത മനുഷ്യന്മാർ, ഒരു ജീവനെ പോലും ശപിക്കാത്ത മനുഷ്യന്മാർ. എന്താ ജീവനെ ശപിക്കാത്തത്? ആ ജീവിക്ക് ജീവൻ കൊടുത്തത് അല്ലല്ലേ, ആ ജീവനെ സൃഷ്ടിച്ചത് അല്ലല്ലേ. അപ്പൊ അള്ളാഹ് അതിനെ സൃഷ്ടിച്ചപ്പോ എന്തെങ്കിലും അതിന് ഒരു പോയിന്റ് ഉണ്ടാവുമല്ലോ, നമുക്ക് തിരിയില്ലാന്നല്ലേ ഉള്ളൂ. അപ്പൊ അള്ളാഹ് സൃഷ്ടിച്ച ഒന്നിനെ നമ്മളെങ്ങനെ ചീത്ത പറയാ? അള്ളാഹ് സൃഷ്ടിച്ച ഒന്നിനെ എങ്ങനെ ചീത്ത പറയാ? നമ്മളെ വാപ്പ ഉമ്മ വല്ലാതെ ഇടങ്ങാറാക്കി ഉണ്ടാക്കിയൊരു ഭക്ഷണം, അതിന് കുറച്ച് ഉപ്പ് പറഞ്ഞാലും ഉമ്മ ഉണ്ടാക്കിയതാണെന്ന് വിചാരിച്ച് നമ്മളൊന്നും പറയില്ല. ഹോട്ടലിൽ നിന്നാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയും. ഉമ്മ ഉണ്ടാക്കി നമ്മൾ കണ്ടതാണ്. ഈ ഭാര്യ ഉണ്ടാക്കി ഭാര്യനോട് വല്ലാത്ത സ്നേഹം ഉണ്ടെങ്കിൽ ഒന്നും പറയില്ല. സ്നേഹം ഇല്ലെങ്കിൽ അപ്പൊ പറയും. സ്നേഹമുള്ള ആൾക്കാരാണെങ്കിൽ മറച്ചു വെക്കുക. അതപ്പോ അങ്ങനൊക്കെ തന്നെ ആയിരിക്കും, അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവൂല. അങ്ങനെ ഉണ്ടാവുമല്ലോ. ഇഷ്ടമില്ലാത്ത അമ്മായിമാർക്ക് തൊട്ടതൊക്കെ കുറ്റം എന്നാണ് പഴയ കാലത്ത് പറയാം. അമ്മായിമാർക്ക് ഇഷ്ടമില്ലെങ്കിലാണ് അത് കുറ്റം വരിക. ഇഷ്ടമുണ്ടെങ്കിലും കുറ്റമൊന്നും വരൂല. അതൊക്കെ നമുക്ക് അറിയുന്നൊരു കാര്യമാണ്. അപ്പൊ സ്നേഹമുള്ള ഒരാൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളെ മനസ്സ് അതൊക്കെ പുറത്തു കൊടുക്കും. സ്നേഹമില്ലാത്തവരാണെങ്കിൽ അയ്യബ് പറയുള്ളൂ. അപ്പൊ അള്ളാഹിനോട് സ്നേഹമുള്ള ഒരാള് ഒരു ചെടിയെ പോലും നശിപ്പിക്കൂല. ഇത് അള്ളാഹ് ഉണ്ടാക്കിയതാണ്. ഒരു ചെടി പോലും അനാവശ്യമായിട്ട് മുറിച്ച് കളയൂല. അള്ളാഹിനെ അറിയാത്തോണ്ടാണ് അതൊക്കെ ചെയ്യണത്. ഒരു ജീവനെ പോലും നശിപ്പിക്കൂല. ഇതൊക്കെ റബ്ബ് ഉണ്ടാക്കിയതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിൽ എന്തെങ്കിലും രഹസ്യം വെച്ചിട്ടുണ്ടോ നമുക്കറിയില്ലാന്നേ ഉള്ളൂ. അങ്ങനത്തെ മഹാന്മാരുണ്ടായിരുന്നു, ഒന്നിനും ആക്രമിക്കാത്ത. അഹിംസ എന്ന് പറയുന്നത് അത് ഗാന്ധിജി ഇവിടെ നടത്തിയത് മാത്രമൊന്നുമല്ല. മഹാന്മാരായ ഒരുപാട് ആൾക്കാർ അഹിംസന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. ഗാന്ധിജിക്കൊക്കെ പിന്നെ വന്നതല്ലേ അഹിംസ ഒക്കെ. ഏറ്റവും വലിയ ഉദാഹരണമാണ് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു തആല. അപ്പൊ പറഞ്ഞു വരുന്നത് ജല്ല ജലാലുവായ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ നാവിനെ അത് സംരക്ഷിക്കേണ്ട വിഷയങ്ങൾ നമ്മൾ പറഞ്ഞു വരുന്നു. ഒന്നാമതായി നമ്മൾ കളവ് പറയുന്നതിനെ പറ്റിയാ പറഞ്ഞത്. രണ്ടാമതായി നമ്മൾ പറഞ്ഞത് വാഗ്ദത്ത ലംഘനം. നാവ് കൊണ്ട് വാഗ്ദത്ത ലംഘനം ചെയ്തുകൂടാ. എന്നിട്ട് ഗസാലി ഇമാമ് പറഞ്ഞു, വാഗ്ദാനം ചെയ്യേണ്ടത് നിറവേറ്റാൻ കഴിയുന്നതേ വാഗ്ദാനം ചെയ്യാവൂ. നിറവേറ്റാൻ കഴിയുന്നത് വാഗ്ദാനം ചെയ്താൽ മതി, അതിന്റെ അപ്പുറത്ത് വാഗ്ദാനം ചെയ്യരുത്. വാഗ്ദത്ത ലംഘനം വലിയ കുറ്റമായിട്ട് രണ്ടാമതായി പറഞ്ഞു. മൂന്നാമതായി മഹാനായ ഗസാലി ഇമാമ് പറഞ്ഞു, മോനെ, നീ നാവ് കൊണ്ട് ആരെയും ഗീബത്ത് പറയരുത്. ഫഹ്ഫദ് ലിസാനക അൻഹ വൽ ഗീബത്തു അശദ്ദു മിൻ 30 ജനിയതൻ ഫിൽ ഇസ്ലാം. മുസ്ലിമായ മനുഷ്യൻ 30 വ്യഭിചാരം ചെയ്യുന്നതിനേക്കാളും കുറ്റമാണ് ഒരു മുഅ്മിനായ മനുഷ്യന്, മുസ്ലിമായ മനുഷ്യന് ഒരു വട്ടം ഗീബത്ത് പറയൽ. അവന്റെ കുറ്റത്തിന്റെ ഗൗരവം അത്ര. മുഅ്മിനായ മനുഷ്യന് ഒരു വട്ടം ഗീബത്ത് പറയൽ. ഗസാലി ഇമാമ് പറഞ്ഞത് അങ്ങനെയാണ്. അത് 30 മിൻ 30, 30 വ്യഭിചാരം, 30 വട്ടം വ്യഭിചരിക്കുന്നതിനേക്കാൾ. വ്യഭിചാരം വൻ കുറ്റമാണ്. വൻകുറ്റത്തിൽപ്പെട്ട ഒന്നാണ് വ്യഭിചാരം. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളെയും ബന്ധപ്പെട്ടവരൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വ്യഭിചാരം വല്ലാതെ കൂടുമെന്ന്, ആഖിറുസ്സമാനിൽ വ്യഭിചാരം വല്ലാതെ കൂടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴുള്ള ജീവിതത്തിന്റെ ശൈലികളൊക്കെ തന്നെ, പ്രത്യേകിച്ച് കോളേജ് ക്യാമ്പസിലൊക്കെ ഉള്ള അവസ്ഥകളൊക്കെ അവിടെയുള്ള അധ്യാപകന്മാരോട് ചോദിച്ചാൽ മതി, അവരത് പറയും. പ്രത്യേകിച്ച് മുസ്ലിമീങ്ങളായ പെൺകുട്ടികളുടെ അവസ്ഥകളൊക്കെ വളരെ ദയനീയമാണ്. അവർ ആ രൂപത്തിലാണ് ഉള്ളതെന്നാണ് പറയപ്പെടുന്നത്. അവരെ വലയിലിടാൻ വല്ലപ്പുഴയിൽ നിന്ന്
15 വയസ്സുള്ള ഒരു മുസ്ലിമത്തായ പെൺകുട്ടി ഇക്കഴിഞ്ഞ ആഴ്ച കാണാതെയായിട്ട് നിങ്ങളൊക്കെ വായിച്ചു കാണും. ആ കുട്ടീനെ ഗോവയെന്നാണ് കിട്ടിയത്. 15 വയസ്സുള്ള കുട്ടി, സ്കൂളിലെ ക്ലാസ്സിന് വേണ്ടി പോയി, ട്യൂഷന് വേണ്ടി പോയ കുട്ടി പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ നിന്നിട്ട് ട്രെയിൻ കയറിയിട്ട് ആ കുട്ടി താൻ പരിചയപ്പെട്ട ഒരാളുമായി പോയത് ഗോവയിലേക്കാണ്. ഗോവയിൽ നിന്നിട്ടാണ് ആ കുട്ടിയെ പിടികൂടിയത്. പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു. മുസ്ലിമത്തായപ്പോൾ ആ പെൺകുട്ടിന്റെ പേര് വരെ പത്രത്തിൽ വന്നു. കാരണം ആ കുട്ടി മിസ്സായിക്കണെന്ന് പറഞ്ഞിട്ട് രക്ഷിതാക്കന്മാർ കേസ് കൊടുത്തപ്പോ പിന്നെ പേര് വന്നു, അതുവരെ വന്നു. ഇതിപ്പോ രക്ഷിതാക്കന്മാരായ ആൾക്കാർ, നമ്മൾക്ക് ഞാനും രക്ഷിതാവാണ്, നിങ്ങളും രക്ഷിതാവാണ്, എല്ലാവരും രക്ഷിതാവാണ്, അടച്ച് ആക്ഷേപിക്കല്ല. പലപ്പോഴും നിങ്ങളൊക്കെ ചോദിക്കും, ഉസ്താദ് നമ്മളത് ചെയ്യുമെന്ന് ചോദിക്കും. ആ ഒരു ചോദ്യം തന്നെയാണ്. നമ്മളത് ഉൾക്കൊള്ളുന്നുണ്ട്. എന്ത് ചെയ്യും ചോദ്യം കുട്ടികളെ പഠിപ്പിക്കാതിരിക്കാൻ കഴിയും, സ്കൂളിൽ ചേർക്കാതിരിക്കാൻ കഴിയും, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാതിരിക്കാൻ കഴിയും. ആവുന്ന മാതിരിക്ക് ചെയ്യാന്നല്ലാതെ രക്ഷിതാക്കന്മാരെ അടച്ച് ആക്ഷേപിക്കല്ല. ആക്ഷേപിച്ചിട്ട് കാര്യമൊന്നുമില്ല. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയായിപ്പോയി. ആ രൂപത്തിൽ ഗവൺമെന്റ് വല്ലാതെ അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യാണ്. ഗവൺമെന്റിന് ഇപ്പോ അവർക്കൊക്കെ ഇപ്പൊ അതല്ലേ വേണ്ടതുള്ളൂ, അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ. എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ. നമ്മൾ കുറച്ച് ആൾക്കാർ ഇതൊക്കെ ഇങ്ങനെ പറയുന്നു, പറയാതിരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആഖിറു സമാനിൽ വ്യഭിചാരം അധികരിക്കും, വല്ലാതെ വ്യഭിചാരം കൂടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു വിഷയമല്ലാതെയായി മാറും. ലഹും ഫീഹ അസ്വാജും മുതഹ്ഹറത്തുൻ എന്ന് ഖുർആനിൽ പറഞ്ഞു. സ്വർഗീയ ഹൂറുൽ ഐനുകളെ പറ്റി അള്ളാഹു പലതും വർണ്ണിച്ച കൂട്ടത്തിൽ പ്രധാനമായി പറഞ്ഞത് ലം യത്മിസുഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാന്ന. ലം യത്മിസുഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ. അവരെ ഈ ഭർത്താക്കന്മാർ തൊടുന്നതിന്റെ മുമ്പ് ഒരു മനുഷ്യരോ അല്ലെങ്കിൽ ജിന്ന് ഭൂതവർഗത്തിൽപ്പെട്ടവരോ തൊട്ടിട്ടില്ല. അപ്പൊ അങ്ങനത്തെ ശുദ്ധയായ ഒരു പെണ്ണ്, അങ്ങനത്തെ പെണ്ണാണ്. ആ പെണ്ണിനെ ലഭിക്കൽ വളരെ പ്രയാസകരമാണ്. അങ്ങനത്തെ ഒരു പെണ്ണിനെ ലഭിക്കൽ, പിന്നെ സ്വർഗീയ പെണ്ണുങ്ങളെ പറ്റി അങ്ങനെയാ പറഞ്ഞത്. അതേപോലെ തന്നെ ലഹും ഫിഹ അസ്വാജും മുതഹ്ഹറത്ത്, ശുദ്ധിയുള്ള പെണ്ണുങ്ങൾ, പരപുരുഷന്മാരുടെ വികാരങ്ങളെ ഉപയോഗപ്പെടുത്താത്ത പെണ്ണുങ്ങൾ എന്നർത്ഥം. പരപുരുഷന്മാരുടെ വികാരങ്ങളെ ഉപയോഗപ്പെടുത്താൻ ഒരു പെൺകുട്ടിയുടെ ശരീരം ഉപയോഗപ്പെടുത്താതിരുന്നാൽ അവളാണ് നല്ല പെണ്ണ്. അങ്ങനത്തെ ഒരു പെണ്ണിനെ ഇപ്പൊ കിട്ടുമോ? പല പുരുഷന്മാരുടെ വികാരങ്ങൾ കണ്ടുകൊണ്ടുള്ള വികാരം, തൊട്ടുകൊണ്ടുള്ള വികാരം, മറ്റുള്ള വികാരങ്ങൾ, ആ വികാരങ്ങളൊന്നും അതിനൊന്നും വിധേയമാകാത്ത ഒരു ശരീരം, ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിനെ കിട്ടൽ എവിടെ കിട്ടും? എവിടുന്ന് കിട്ടും? കിട്ടിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നല്ലോ. നമ്മളൊക്കെ കല്യാണം കഴിച്ച സമയത്ത് അങ്ങനെയല്ലേ ഉണ്ടായിരുന്നത്? ഒരു അന്യപുരുഷനെ കാണാൻ ഓൽക്കൊക്കെ വലിയ മടിയായിരുന്നു. നമ്മളെ പിന്നാലെ പോരാൻ തന്നെ മടിയായിരുന്നു. അങ്ങനത്തെ ഒരു കാലല്ലേ ഉണ്ടായിരുന്നത്. ഇപ്പൊ അങ്ങനത്തെ ഒരു പെൺകുട്ടിനെ കിട്ടുമോ? അപ്പൊ പറഞ്ഞു വരുന്നത്, 30 വട്ടം സിന ചെയ്യുന്നതിനേക്കാളും കുറ്റകരമാണ് ഗീബത്ത് പറയലെന്ന്. അത് വളരെ ശക്തമായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ വൻകുറ്റമാണോ അല്ലയോ എന്നതിന് വല്ലാത്ത തർക്കം വന്നിട്ടുണ്ട്. ഗീബത്ത് വൻകുറ്റമാണോ അല്ലയോ? ആലിമീങ്ങളെ ഗീബത്ത് പറയൽ വൻകുറ്റമാണ് എന്നതിൽ തർക്കമില്ല. ആലിമീങ്ങളെ ഗീബത്ത് പറയൽ, അതേപോലെ തന്നെ ഖുർആൻ ഹിഫ്ളുള്ള ആളുകൾ, എന്ന് വെച്ചാൽ സമൂഹ മധ്യത്തിൽ ദീൻ പ്രചരിപ്പിക്കുന്ന ആളുകൾ, നേതാവായി കാണുന്ന മതനേതാവായി കാണുന്ന സമൂഹ മധ്യത്തിൽ ദീൻ പ്രചരിപ്പിക്കുന്നതായ ആളുകൾ, അത്തരം ആളുകളെ ഗീബത്ത് പറയൽ വൻ കുറ്റമാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗീബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അൻതദ്കുറ ഇൻസാനൻ ബിമാ യക്റഹു ലൗ സമിഅഹു ഫഅൻത മുതാബുൻ ളാലിമുൻ വഇൻ കുൻത സാദിഖൻ. ഗസാലി ഇമാം പറഞ്ഞു, ഗീബത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഗസാലി ഇമാമിന്റെ അഭിപ്രായ പ്രകാരം കാഫിറിനെയും ഗീബത്ത് പറയരുതെന്നാണ്. കാഫിറിനെയും ഗീബത്ത് പറയരുത്, മുസ്ലിമിനെ മാത്രമല്ല കാഫിറിനെയും ഗീബത്ത് പറയരുതെന്നാണ് ഗസാലി ഇമാം യാനത്തു താലിബിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഗസാലി ഇമാം ഇവിടെ പറയുന്നത്, നിന്റെ സഹോദരനുക്ക് അവൻക്ക് ഇഷ്ടമില്ലാത്തത് പറയലാണ്. അവനത് കേട്ടാൽ അവൻ ഇഷ്ടപ്പെടില്ല. അങ്ങനെയാണ് അവന്റെ ഒരു സഹോദരന്റെ അഭാവത്തിൽ അവനക്ക് ഇഷ്ടമില്ലാത്തത് പറയുക, അവൻ കേൾക്കാതെ അവനക്ക് ഇഷ്ടമില്ലാത്തത് പറയുക. ഓനത് കേട്ടാൽ അവനക്ക് ഇഷ്ടപ്പെടില്ല. കേട്ടാൽ ഇഷ്ടപ്പെടാത്ത സംഗതി ഓൻ കേൾക്കാതെ പറയുക. ഇതാണ് അത് സത്യമാണെങ്കിൽ, അത് സത്യമായ ഒരു കാര്യമാണെങ്കിലും ശരി, സത്യമായ കാര്യമാണെങ്കിലും ശരി, കേട്ടാൽ അവനക്ക് ഇഷ്ടമാവൂല. അങ്ങനത്തെ ഒരു സംഗതി അവന്റെ അഭാവത്തിൽ പറയുക എന്നതാണ് ഗീബത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇനി അതിന്റെ വിശദീകരണം നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പറയാം.
മയ്യിത്ത് നിസ്കാരത്തിനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞിരുന്നു അതിന്റെ ചില രൂപങ്ങൾ. മയ്യിത്ത് നിസ്കാരത്തിനക്ക് 6 ഷർത്തുകളുണ്ട്. ഒന്ന്, നിസ്കരിക്കുന്ന ആള് ശുദ്ധിയുള്ളവനായിരിക്കണം. ഞാനിത് എണ്ണി പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ, കുറച്ച് കുട്ടികളെ വിളിച്ച് ഞാൻ സംസാരിച്ചപ്പോൾ ഈ റജബ് മാസത്തില് നമ്മുടെ മേലെപ്പറമ്പിലെ കുട്ടികൾ തന്നെ റജബ് മാസത്തിന്റെ പ്രത്യേകതകളെ പറ്റിയൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എന്താണ് ഇസ്രാ, എന്താണ് മേറാജ്? റജബിലുള്ള ഒന്നാണല്ലോ പേര്. ഇസ്രാ എന്ന് പറഞ്ഞാൽ എന്താണ്, മേറാജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ ഇതിന്റെ ഒരു ഡിഫറൻസ് ആ കുട്ടികൾക്കാർക്കും അറിയില്ല. എന്താണ് ഇസ്രാ, എന്താണ് മേറാജ്? അപ്പോഴൊക്കെ പറഞ്ഞ് അത് ആകാശത്തേക്ക് കയറിപ്പോയതാണ്. അപ്പോൾ അതിന് 2 മണ്ടല്ലോ, ഒന്നുപോലെ. ഇസ്രാ എന്ന് പറഞ്ഞാൽ പോലെ, അല്ലെങ്കിൽ മേറാജ് എന്ന് പറഞ്ഞാൽ പോലെ, രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് പറയാൻ കഴിഞ്ഞില്ല. അപ്പൊ ഇസ്രാ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയതാണ്. അതാണ് ഇസ്രാ. പിന്നെ ബൈത്തുൽ മുഖദ്ദസിൽ നിന്നിട്ട് ആകാശത്തിലേക്കുള്ള യാത്രക്കാണ് മേറാജ്. രണ്ടാണ്. ഞാൻ അവരോട് ചോദിച്ചു, ഈ ആകാശത്തേക്ക് കയറിപ്പോകാൻ എങ്ങനെ കയറിപ്പോയത്? അപ്പോൾ പറഞ്ഞ് ബുറാഖിന്റെ മേലെ കയറിപ്പോയതാണ്. മേലെ പറമ്പിലെ കുട്ടികൾ മദ്രസയിലൊക്കെ 10ാം ക്ലാസ് ഒക്കെ വരെ പഠിച്ച കുട്ടികളാണ് പറഞ്ഞത്. ബുറാഖിന്റെ മേലേട്ടാണ് കയറിപ്പോകാൻ വെക്കും. ബുറാഖ് അതൊരു മൃഗല്ലേ, മൃഗത്തിലേട്ടാണ് കയറിപ്പോകാൻ വെക്കും. അപ്പൊ ബുറാഖ് ഉപയോഗിച്ചത് മക്കയിൽ നിന്നിട്ട് ബൈത്തുൽ മുഖദ്ദസിലേക്ക് എത്താൻ മാത്രമാണ്. അവിടെ നിന്ന് പിന്നെ ബുറാഖല്ല, പിന്നെന്താ ഉപയോഗിച്ചത്? അവിടെ നിന്ന് പറക്കും തളിക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പഴയ കാലത്തുള്ളൊരു പേരാണ് പറക്കും തളിക. ജഫ്രഫുൽ അയല എന്നാണ് അതിനെ പറ്റിയിട്ട് കിതാബിലൊക്കെ കാണുന്നത്. അപ്പോ പറക്കും തളിക പോലത്തെ ഒരു പ്രത്യേകമായ സംവിധാനം, ആ സംവിധാനത്തോടു കൂടിയാണ് പോയിട്ടുള്ളത്. എന്നല്ല ബുറാഖ് നമ്മളൊക്കെ പഠിച്ചതല്ലേ. ബുറാഖ് മക്കയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബുറാഖിന്റെ പുറത്ത് കയറിയിട്ട് ബൈത്തുൽ മുഖദ്ദസിൽ ആ അറിയപ്പെടുന്ന വട്ടക്കണ്ണിന്റെ മേൽ ആരെ കെട്ടിട്ടില്ലേ നിങ്ങളൊക്കെ? ആ വട്ടക്കണ്ണിന്റെ മേൽ ബുറാഖിനെ നിക്ഷേപിച്ചു. അപ്പൊ അവിടെ കെട്ടി, അവിടെ ബുറാഖ് അതുവരെയല്ലേ ഉള്ളൂ. ആ വട്ടക്കണ്ണി ഇപ്പോഴും ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ, ഏത് രൂപത്തില്? ബുറാഖിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് കഴുതയേക്കാൾ കൂടുതൽ വലിപ്പമുള്ളത്, ഒട്ടകത്തിന്റെ അത്ര വലിപ്പമില്ലാത്ത ഒരു ജീവി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഫോട്ടോ എന്നുള്ളത് ഭാവന സൃഷ്ടിയല്ലേ, അതാരും കണ്ടിട്ട് വരച്ചല്ലോ. ജിബ്രീലിന്റെ ഫോട്ടോ വരച്ചു, അത് കണ്ടു നിങ്ങൾ? ജിബ്രീൽ ഇങ്ങനെ ഇറങ്ങി വന്നത് ഞാൻ തെക്കവിടെ പോയപ്പോ ഒരു ചർച്ചിന്റെ അവിടെ ഇങ്ങനെ വന്നിട്ട് ജിബ്രീൽ ഇങ്ങനെ വന്ന് ഇറങ്ങുന്നുണ്ട്. എന്താ അതൊക്കെ? ജിബ്രീലിന്റെ ഫോട്ടോ മുൻജിദിലുണ്ട്. ജിബ്രീൽ സ്വലാത്തു വസ്സലാമിന്റെ ഫോട്ടോയും നമ്മള് മുൻജിദാർ കിതാബുണ്ട്, ആ കിതാബിന്റെ ഉള്ളിൽ ജിബ്രീൽ സ്വലാത്തു വസ്സലാമിന്റെ ഫോട്ടോ. അതൊന്നും അത് വെറുതെ ഓരോരുത്തർ ചെയ്യുന്നത്, അതാർക്കും കഴിയില്ല. ബുറാഖിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാതെ വേറെ ആരും കണ്ടിട്ടില്ല. ഒരു പോക്കാണ് പോണത് കണ്ടു എന്ന് ചിലരൊക്കെ പറഞ്ഞു. മക്കയിൽ നിന്ന് വളരെ സ്പീഡിൽ ഒരു സാധനമാണ് പോണത് കണ്ടു എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യാത്ര ചില ആൾക്കാർ കണ്ടുകൾ. ആ കണ്ടത് വളരെ സ്പീഡിൽ ഒരു മിന്നൽ പിണര് പോലെ ഒരു സാധനമാണ് പോണത് കണ്ടു എന്ന് അന്ന് ഖുറൈശികളും കണ്ടുകളാണ്. അത് കണ്ടെന്നല്ലാതെ വേറെ ആരും ബുറാഖിനെ കണ്ടിട്ടില്ല. ബുറാഖ് എന്ന് പറയുന്ന വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ നമുക്ക് അറിഞ്ഞതാണ്, ആരും കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ ഓട്ടം വരയ്ക്കാം? അതിലൊന്നും ഇപ്പൊ നമുക്ക് വിശ്വാസമില്ല. ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നതിപ്പോ നമ്മളെ നാട്ടിൽ നമുക്ക് പേരൊന്നും വിശ്വാസമില്ല. നമ്മളെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ആൾക്കാരെ എന്തെങ്കിലും വിശ്വസിക്കൊന്നുമില്ല. എന്തെങ്കിലും എന്റെ വാപ്പൊക്കെ വളരെ കണിശത, എന്തെങ്കിലും വിശ്വസിക്കും. തെളിവുണ്ടെങ്കിൽ വിശ്വസിക്കും. നമ്മളതിന്റെ ആൾക്കാരാണ്. എന്തെങ്കിലും അതിന്റെ പിന്നാലൊന്നും നമ്മൾ പോകില്ല. അതാണ് നമ്മളെ പ്രത്യേകതയും. അപ്പോ ഇങ്ങനെ ആയാൽ പറ്റൂലല്ലോ. ഇങ്ങനെ ആയാൽ പറ്റൂലല്ലോ എന്ന് വെച്ചാല് നിങ്ങളൊക്കെ എന്നെ കൊണ്ട് ആവുന്നത് ഇതൊക്കെയാണ്. അതൊക്കെ നമ്മൾ ചെയ്യാന്നല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് ഇപ്പൊ നമ്മളെന്താ കാട്ടുക? മഗ്‌രിബ് വരെ എനിക്ക് ക്ലാസ്സാണ്. അതിന്റെ ഇടയിൽ ചിന്തിക്കാൻ തന്നെ പലതും, ഫോൺ ചെയ്യാൻ തന്നെ നേരം കിട്ടില്ല. ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥ. ഒരു മുദരിസിന് പഴയ കാലത്തുള്ളതിനേക്കാളും ഡബിൾ പണി കൂടിയിക്കാണ്. കുറച്ചൊന്നല്ല, വല്ലാതെ പണി കൂടിയിക്കാണ്. അത് നിങ്ങൾക്കാർക്കും അറിയാത്തതുകൊണ്ടാണ്. നിങ്ങളിപ്പോ ഉസ്താദ് ഇവിടെ ഉണ്ട്, നടക്കുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട് എന്ന് നിങ്ങളിങ്ങനെ വിചാരിക്കും. അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിയെങ്കിലല്ലേ ഇപ്പൊ അതിന്റെ അറിയാൻ സാധിക്കുള്ളൂ. അപ്പൊ പറഞ്ഞു വരുന്നത്, എനിക്കിതിലൊക്കെ സങ്കടമുണ്ട്. ഈ കുട്ടികൾ ഇങ്ങനെ ആയാൽ പറ്റൂലല്ലോ. ഒരു കുട്ടികളാണ് കളിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും കൂടി. അപ്പോ
ഇത് മാത്രം ഒരു കളിയും ചിരി മാത്രമേ പറ്റില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് ഈ യാത്ര. വേറെ ആർക്കും ആ യാത്ര ഉണ്ടായിട്ടില്ല. അത് റസൂലുള്ളാഹിന്റെ മാത്രമുള്ള പ്രത്യേകത. ബുറാക്ക് അമ്പിയാക്കന്മാർ ഉപയോഗിച്ചിരുന്ന അഭിപ്രായമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമല്ല ബുറാക്ക് ഉപയോഗിച്ചിരുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ബുറാക്കിൽ യാത്ര ചെയ്തതായിട്ട് പറയപ്പെടുന്നുണ്ട്. അമ്പിയാക്കന്മാരിൽ നിന്ന് പലരും യാത്ര ചെയ്തിട്ടുണ്ട് ബുറാക്ക്. പക്ഷെ ആ യാത്ര, ഈ രൂപത്തിലുള്ള യാത്ര, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഈ പള്ളിയും മദ്രസയും ഒരു ദീനീ ചുറ്റുപാട് വേണമെങ്കിൽ മലപ്പുറം ജില്ലയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മഹൽ തന്നെയാണ് നമ്മുടെ മഹൽ. ദീനീ വിഷയത്തിലൊക്കെ വളരെ അടുക്കും ചിട്ടയും. അത് നിങ്ങളൊക്കെ ഇതിൽ ഇറങ്ങി ചിന്തിച്ചിരിക്കുന്നു എന്നറിയില്ല, ഞാൻ ഇറങ്ങി ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക്, അതൊക്കെ ചിലപ്പോ നേരത്തെ നെയ്യം മൈമൂലിയെ പോലത്തെ ആൾക്കാരൊക്കെ ബഹുമാനിച്ചുകൊണ്ടുള്ള ഒരു ബർക്കത്തായിരിക്കും. നമ്മളെല്ലാവരും മൈമൂലിയെ ബഹുമാനിച്ചിരിക്കും. നെയ്യം മൈമൂലിയെ ബഹുമാനിക്കാത്ത ഒരു കുടുംബം ഇവിടെ ഇല്ല. വലിയ ബഹുമാനവും വലിയ ആദരവും, തെരുവർ ഉസ്താദ്, ഇങ്ങനെ നല്ല നല്ല ആൾക്കാരോടുള്ള ഒരു സ്നേഹം, ആ സ്നേഹവും ബഹുമാനവും ആയിരിക്കാം അള്ളാഹു നൽകുന്ന ബർക്കത്ത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അങ്ങനൊക്കെ അള്ളാഹു അവരോടുള്ള ബർക്കത്ത്, അതൊക്കെ അവരൊക്കെ വേർന്നിട്ടുണ്ടാവും. ഈ മഹല്ലത്തിന് വേണ്ടി അവരൊക്കെ വേർന്നിട്ടുണ്ടാവും. നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മളെ മക്കൾക്ക് വേണ്ടിയൊക്കെ അവരൊക്കെ വേർന്നിട്ടുണ്ടാവും. അപ്പൊ അതിൻ്റെ ഒക്കെ ഒരു ബർക്കത്തായിരിക്കാം നമുക്ക് ഇവിടെ ഉണ്ടാകുന്നത്. പക്ഷേ അത് നിലനിൽക്കണമെങ്കിൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ തിരിയണ്ടേ എന്താണ് ഇസ്രാ, എന്താണ് മേറാജ് എന്നൊക്കെ ഓർക്ക് തിരിയണ്ടേ. അപ്പൊ ഇടക്ക് ഞാൻ നിങ്ങളോട് ക്ലാസ്സിൽ ഇതൊക്കെ ഇങ്ങനെ പറയുന്നത്, വരുന്ന തലമുറക്ക് ഇതൊക്കെ മനസ്സിലാകാൻ നമുക്കാദ്യം തിരിയണം, നമ്മളാദ്യം മനസ്സിലാക്കി വെക്കണം. അപ്പോൾ മയ്യിത്ത് നിസ്കാരത്തിലേക്ക് 6 ഷർത്തുകളാണ്. ഒന്നാമത്തെ ഷർത്ത്, നിസ്കരിക്കുന്ന ആള് ശുദ്ധിയുള്ളവനാകണം എന്നതാണ്. രണ്ടാമത്തത്, നജസൊന്നും ഉണ്ടാകാൻ പാടില്ല, അതൊക്കെ നമുക്ക് അറിയണതാണ്. മൂന്നാമത്തത്, ഔറത്ത് മറക്കുക, അതും പ്രശ്നമുള്ളതല്ല. നാലാമത്തെ, ഖിബിലാക്ക് മുന്നിട്ടിട്ടായിരിക്കണം. അഞ്ചാമത്തത്, മയ്യത്തിനെ കുളിപ്പിക്കണം. ഒന്നിരിക്കൽ കുളിപ്പിക്കണം, അല്ലെങ്കിൽ തേമം ചെയ്യണം. ഇത് രണ്ടില്ലാതെ മയ്യത്തിനെ നിസ്കരിക്കാൻ പറ്റില്ല. മയ്യത്തിനെ കുളിപ്പിക്കണം, അല്ലെങ്കിൽ തേമം ചെയ്യാം. രണ്ടാമതൊന്നുമാണ്. കുളിപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ തേമം ചെയ്യണം. രണ്ടും ഇല്ലാത്ത രൂപത്തിൽ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കാൻ പറ്റില്ല. അപ്പൊ ഒരാളിപ്പോ, നമ്മളിപ്പോ ഇവിടെ കവളപ്പാറയിലൊക്കെ മരിച്ചല്ലോ കുറെ ആൾക്കാർ, പോലെ നിസ്കരിക്കാൻ പറ്റൂല. കാരണം ഓരെ കുളിപ്പിച്ചിട്ടില്ലല്ലോ, ഓരെ കുളിപ്പിക്കാത്തതുകൊണ്ട്. അപ്പൊ മയ്യത്തിനെ കുളിപ്പിച്ചിട്ടില്ലെങ്കിൽ നിസ്കരിക്കാൻ പറ്റില്ല. ഇത് ഒരു നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ്. അല്ലെങ്കിൽ തേമം ചെയ്യണം, കുളിപ്പിക്കുകയോ അല്ലെങ്കിൽ തേമം ചെയ്യുകയോ ചെയ്യണം. ചെറിയ കുട്ടികളാണെങ്കിൽ, പ്രായപൂർത്തി എത്താത്ത, മാർക്ക് കല്യാണം ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് തേമം ചെയ്ത് കൊടുക്കണം. മാർക്ക് കല്യാണം ചെയ്യാത്ത കുട്ടികൾ മരിച്ചിട്ടുണ്ടെങ്കിൽ ആ കുൽഫന്റെ അവിടെ വെള്ളം എത്തൂല. ഏത് മാർക്ക് കല്യാണം ചെയ്യാത്ത ഭാഗത്ത് വെള്ളം എത്തൂല. അതുകൊണ്ട് കുളിപ്പിച്ചതിന് ശേഷം അവർക്ക് തേമം ചെയ്ത് കൊടുക്കണം. ഈ രൂപത്തിലല്ലാതെ മയ്യത്തിന്റെ മേലെ നിസ്കരിക്കാൻ പറ്റൂല. പിന്നെ മയ്യത്ത് നിസ്കാരത്തിന്റെ സമയം, ആ സമയം കുളിപ്പിച്ചു കഴിഞ്ഞാൽ നിസ്കരിക്കാം. കുളിപ്പിക്കുന്നതിന് മുമ്പ് നിസ്കരിക്കാൻ പറ്റൂല. കുളിപ്പിച്ചു കഴിഞ്ഞാൽ നിസ്കരിക്കാം. പക്ഷെ കഫൻ ചെയ്തിട്ടാവലാണ് നല്ലത്. കഫൻ ചെയ്യുന്നതിന് മുമ്പ് നിസ്കരിക്കൽ കറാഹത്താണ്. കഫൻ ചെയ്തതിന് ശേഷം നിസ്കരിക്കാവുന്നതാണ്. കഫൻ ചെയ്തിട്ട് ആ മുഖണ്ട് തുറന്നു എന്ന് വിചാരിച്ചിട്ട് കഫൻ ചെയ്യൽ ബാത്തിലാവുന്നില്ല. കഫൻ ചെയ്തതിന് ശേഷം പിന്നെ മുഖണ്ട് തുറന്നു എന്ന് വിചാരിച്ചിട്ട് കഫൻ ചെയ്തൊന്നും ബാത്തിലാവൂല. അപ്പൊ കഫൻ ചെയ്തതിന് ശേഷം നിസ്കരിക്കലാണ് അഫ്ദല്. കഫൻ ചെയ്യുന്നതിന് മുമ്പ് നിസ്കരിക്കൽ കറാഹത്താണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോ നിയ്യത്ത് ചെയ്യുമ്പോൾ ഈ മയ്യത്ത് എന്ന് നിയ്യത്ത് ചെയ്യുക, അല്ലെങ്കിൽ ഇമാമ് നിസ്കരിക്കുന്ന മയ്യത്ത്. നമ്മളിപ്പോ മറഞ്ഞ മയ്യത്തൊക്കെ വെള്ളിയാഴ്ചയൊക്കെ നിസ്കരിക്കുമ്പോൾ ഇമാമ് നിസ്കരിക്കുന്ന മയ്യത്ത് എന്ന് അങ്ങനെ മനസ്സിൽ കരുതിയാൽ മതി. അപ്പോൾ നിസ്കരിക്കുന്ന ആൾക്ക് ഈ പേര് കൊണ്ടിട്ട് തന്നെ അറിയണോ, അതല്ല മൊത്തത്തിൽ അറിഞ്ഞാൽ മതിയോന്നോ? ഏതെങ്കിലും നിലയ്ക്ക് അറിഞ്ഞാൽ മതി. അത് അദ്ദേഹം പേര് കൊണ്ട് അറിഞ്ഞോളന്നില്ല. ഈ ഇന്ന ആൾക്കാർ, ഇപ്പൊ ഇവിടെ ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, വല്ലാക്ക ഇന്ന ലിസ്റ്റിലുള്ള ആൾക്കാർ എന്ന് പറയും. ഇന്ന ലിസ്റ്റിലുള്ള ആൾക്കാർ, ആ ആൾക്കാരെ മേൽ മയ്യത്ത് നിസ്കരിക്കുക, അങ്ങനെ പറഞ്ഞാലും മതിയെങ്കിലും ഏറ്റവും അഫ്ദലായ രൂപം പേര് പറയൽ തന്നെയാണ്. മറഞ്ഞ മയ്യത്തിന് മേൽ നിസ്കരിക്കുമ്പോൾ ഏറ്റവും അഫ്ദലായ രൂപം, കാരണം ഇമാം മാവർദി അടക്കമുള്ള പണ്ഡിതന്മാരെ നിർബന്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും അഫ്ദലായ രൂപം അവിടെ ഈ മയ്യത്തുകളൊക്കെ പേര് പറഞ്ഞിട്ട് നിസ്കരിക്കൽ തന്നെയാണ് ഏറ്റവും അഫ്ദലായ രൂപം. ഇതാണിപ്പോ ഈ മയ്യത്ത് നിസ്കാരത്തിന്റെ ഷർത്തുകളെ പറ്റി പറയാനുള്ളത്. ഇനി ഇൻഷാ അള്ളാഹ്, ഇനിയിപ്പോ ഒരാള് മയ്യത്തിനെ ഖബറടക്കി, നിസ്കരിക്കാതെ ഖബറടക്കി, എന്നാ ഖബറിന് നിസ്കരിച്ചാൽ മതി. അതിന് ഖബർ നിർത്തി നിസ്കരിക്കണമെന്നില്ല. മയ്യത്ത് നിസ്കരിക്കാതെ പോയി ഖബറടക്കിയിട്ടുണ്ടെങ്കിൽ, മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്താണെങ്കിൽ ഖബറിന് ചെന്ന് നിസ്കരിച്ചാലും മതിയാവുന്നതാണ് എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അള്ളാഹ് ഇനി മയ്യത്ത് നിസ്കാരത്തിന്റെ ഫർളുകളും മറ്റു കാര്യങ്ങളൊക്കെ അടുത്തടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് പറയാം.
അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതൊക്കെ വലിയ ഉപകാരമുള്ള, ഫലപ്രദമാകുന്ന, നമുക്കും കുടുംബത്തിനൊക്കെ ഉപകാരമുള്ള ക്ലാസ്സുകളായി അള്ളാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമുക്ക് ചായയും പലഹാരവും നൽകുന്നത് നമ്മുടെ അച്ചുകൊമ്പൻ ഉമ്മർ, അവരുടെ ഉപ്പ മരിച്ച മാസമാണ്. റജബ് മാസം ഉപ്പ മരിച്ച മാസമാണ്. ഉപ്പക്കും ഉമ്മക്കും വേണ്ടി ദ്വാരക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ചായയും പലഹാരവും. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ആ ഉപ്പക്കും ഉമ്മക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബർ അള്ളാഹു സ്വർഗ്ഗപ്പൂങ്കാവനാക്കി കൊടുക്കുമാറാകട്ടെ. മറ്റ് പരിപാടികളെ പോലെയല്ല, രാവിലെ നമ്മളെല്ലാവരും ഒരു ചായ കുടിക്കുന്നവരാണ്. അപ്പൊ രാവിലെ ക്ലാസ്സൊക്കെ കഴിഞ്ഞൊരു ചായ, ചെറിയൊരു പലഹാരമൊക്കെ അത് വലിയ ഉപകാരപ്പെടും. പ്രത്യേകിച്ച് പള്ളിയിൽ സുബഹിന്റെ ജമാഅത്ത് പങ്കെടുത്ത് അങ്ങനെ നല്ല ഒരു ചുറ്റുപാടാണ് ഈ രാവിലത്തെ ക്ലാസ്സിൽ ഒരു ചായ കൊടുക്കുക എന്നുള്ളത്. അപ്പൊ നമ്മളിങ്ങനെ വല്ലാതെ ദ്വാരക്കലൊന്നും ഇല്ലെങ്കിലും കാര്യമായ രൂപത്തിൽ തന്നെ നമ്മൾ ദ്വാരക്കുന്നുണ്ട്. ഇപ്പൊ മരിച്ചുപോയവർക്ക് വേണ്ടിയിട്ടൊക്കെ ദ്വാരക്കാനും അവർക്കൊക്കെ ഹദിയ ചെയ്തിട്ട് സദക്ക ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ ക്ലാസ്. അത് പരമാവധി എല്ലാവരും ഉപയോഗപ്പെടുത്തുക. അർഹമുർ-റഹീമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് മരിച്ചുപോയ എല്ലാ ആളുകൾക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊക്കെ ആഫിയത്തും സിഹത്തും സലാമത്തും ദീർഘായുസ്സും അള്ളാഹിന്റെ ത്വാഅത്തിലായിട്ട് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിച്ചിരിപ്പുള്ള മാതാപിതാക്കൾക്കൊക്കെ അള്ളാഹു ആഫിയത്തും സിഹത്തും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. കടങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പല രോഗികളായ ആളുകൾ പെരയിലും അതേപോലെ തന്നെ ആശുപത്രികളിലൊക്കെ ഉണ്ട്. അവർക്കൊക്കെ അള്ളാഹു പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾ പലരും പരീക്ഷയെ നേരിടുന്നവരുണ്ട്. അവർക്കൊക്കെ പരിപൂർണ വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളൊക്കെ അള്ളാഹു സാലിഹീങ്ങളാക്കുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب. السلام عليكم ورحمة الله.